പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് മഹത്വം. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായി ഞങ്ങളെ ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊരു ചിന്ത കടന്നു വരാനായിട്ടൊരു സാധ്യതയുണ്ട്. അതിന് പറയാവുന്ന ഒരു ചെറിയ കാര്യം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു പോയ ആഴ്ചകളിൽ പറഞ്ഞ കാര്യങ്ങളെ പിന്നത്തേതിലൊന്ന് കേൾക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെ കൂടുതൽ ഗ്രഹിക്കാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് സഞ്ചരിക്കാനും ഒരുമിച്ച് ആ ഓട്ടത്തിൽ ഏർപ്പെടാനായിട്ടൊക്കെ കഴിയും. കഴിഞ്ഞ 2-3 മാസമായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ പത്രോസിൻ്റെ ലേഖനത്തെ മുൻനിർത്തിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കണമെന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മെസ്സേജുകൾ ആരംഭിച്ചത്. അപ്പോൾ വഞ്ചനയുടെ ഒരു ലോകമാണ്, വിശുദ്ധന്മാർ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് മുൻപോട്ട് വന്നിട്ട് ഈ കാലഘട്ടത്തിൽ മലയാളക്കരയിൽ മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആശയങ്ങൾ, ചില ഉപദേശങ്ങൾ, ചില പഠിപ്പിക്കലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുകയായിരുന്നു. അതായത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളത് രക്ഷാഭദ്രത എന്ന് പറയുന്ന ഒരു വിഷയം, സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ എന്ന് പറയുന്ന കാര്യം, അത് ബ്രദറൻ സമൂഹമാണ് ഊന്നി പറയാറുള്ളത്. അവരുടെ ഒരു ഉപദേശ വിഷയം തന്നെയാണ്. അവർ വളരെ ഗൗരവമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് പെന്തക്കോസ്ത് സമൂഹത്തിൽ അല്ലെങ്കിൽ അതിന് ചുറ്റുവട്ടത്തൊക്കെ പാർക്കുന്ന ചില ഉപദേശിമാരൊക്കെ ഈ രക്ഷാഭദ്രതാ സിദ്ധാന്തമൊക്കെ കൊണ്ടുവന്ന് പിന്നെ അതിനോട് ചേർത്ത് കാൽവിനിസവും അങ്ങനെ മറ്റു പല ഇസങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ 2-3 മാസത്തിലധികമായി ആ വിഷയം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയായിരുന്നു. അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം. അപ്പോൾ രക്ഷയിലേക്ക് വന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസവും അവരുടെ പ്രത്യാശയും വലുതാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രത്യാശയും വലുതാണ്. നിങ്ങളതിനെ മുറുകെ പിടിക്കുന്നവരാണെന്ന് എനിക്കും അറിയാം. ഞാനും എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രക്ഷയിലേക്ക് വന്ന അന്ന് മുതൽ ഈ സമയം വരെ ഒരു ചഞ്ചലിപ്പും തോന്നിയിട്ടില്ല. കർത്താവ് കൈവിട്ട് കളയുമോന്നോ എറിഞ്ഞു കളയുമോന്നോ എന്നെ മാത്രം കൊണ്ടുപോകില്ലെന്നോ ഒന്നും അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും വന്നിട്ടില്ല. എല്ലായ്പ്പോഴും ഉള്ളിൽ ആ ജ്വലിക്കുന്ന ഒരു പ്രത്യാശയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ചിന്തകളാണ് എന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, വചനത്തിൻ്റെ ആഴങ്ങൾ, അതിലൂടെയൊക്കെ സഞ്ചരിക്കാനായിട്ടുള്ളൊരു കൊതിയാണ് നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ രക്ഷയ്ക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരല്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും എന്ന കാര്യം. അതുപോലെ തന്നെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ വിശ്വാസ വഴി, അതായത് നമ്മൾ ദൈവരാജ്യത്തിലാണ് വന്നിരിക്കുന്നത്. ആ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളും പ്രമാണങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ജീവിച്ചില്ല, മുന്നോട്ട് പോയില്ലെങ്കിൽ, നമ്മൾ ആ പിന്മാറ്റ അനുഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നാശത്തിലേക്കുള്ള പോക്കാണെന്നുള്ളത് എബ്രായ ലേഖനത്തിലൂടെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എബ്രായ ലേഖനം 6, 10 അങ്ങനെയൊക്കെയുള്ള അധ്യായങ്ങളിലൂടെ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ റോമാലേഖനവുമായി ബന്ധപ്പെട്ട് ഇതിനോട് ചേർത്ത് വെച്ച് പല കാര്യങ്ങളും നമ്മൾ കണ്ടു. അങ്ങനെയൊക്കെ കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ വിഷയങ്ങൾ ചുരുക്കി പറഞ്ഞത്. അതായത് ഇങ്ങനെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വചനത്തിൽ നിലനിൽക്കണം, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ദുരന്തങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ സാധ്യതകളെ പുസ്തകം പഠിപ്പിക്കുന്നു. ആ പഠനം നമ്മൾ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ പ്രത്യാശയിലും അതിലും അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ വിഷയങ്ങളുടെ ഒരു ചുരുൾ നമ്മൾ അഴിച്ചഴിച്ചു കൊണ്ടുവന്നപ്പോൾ രക്ഷയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. രക്ഷയോടനുബന്ധിച്ച് സ്നാനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് രക്ഷ എന്ന് പറയുന്നത് കൃപയാൽ വിശ്വാസം മൂലമാണെന്നുള്ളത് വചനത്തിലൂടെ തെളിയിക്കപ്പെട്ട് കൊണ്ടുവന്നു. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പുതുതായിട്ട് പല സഹോദരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അവർക്കൊന്ന് മനസ്സിലായി നമ്മൾ കൂടെ സഞ്ചരിക്കാനായിട്ടൊരു സൗകര്യത്തിനാണ് ഞാനിപ്പോൾ ഒരു ചുരുക്ക വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അങ്ങനെ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ കാര്യങ്ങൾ അതിൻ്റെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വന്നപ്പോഴാണ് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്ന് പറയുന്നത് തികച്ച സൗജന്യമാണ്. അവിടെ കണ്ടീഷൻസ് ഒന്നുമില്ല. അങ്ങനെ രക്ഷയിലേക്ക് വന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുകയാണ്. അങ്ങനെ വഴി നടത്തിക്കൊണ്ട് വരുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണിൻ്റെ മുമ്പിൽ വിശ്വാസ സ്നാനത്തിൻ്റെ ആഴങ്ങൾ തുറന്നു കൊണ്ടുവരികയാണ്. അങ്ങനെ രക്ഷിച്ചവനോട് ചേരുവാൻ സ്നാനമേൽക്കുക എന്നുള്ളൊരു വിഷയം പറഞ്ഞപ്പോഴാണ് നമ്മൾ 3 ന്യായവിധികൾ എന്നുള്ളൊരു കാര്യം കണ്ണാലെ കണ്ടത്.
അതായത് സ്നാനത്തിൻ്റെ മുൻകുറിയായിട്ട് പഴയ നിയമത്തിൽ 2 കാര്യം പറയുന്നുണ്ടോന്ന്. നോഹയുടെ കാലത്തെ ആ സംഭവവും പിന്നത്തേതിൽ ഇസ്രായേൽ ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി മുൻപോട്ട് പോയ കാര്യവും. അപ്പോൾ ഈ രണ്ടും സ്നാനത്തിന് മുൻകുറി എന്ന് പറഞ്ഞു. ആ 2 കാര്യങ്ങളിലേക്ക് നമ്മൾ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഭയാനകമായ ന്യായവിധികളാണ് അവിടെ നമ്മൾ കണ്ടത്. അതിനോടനുബന്ധിച്ച് നമ്മൾ മുൻപോട്ട് ചിന്തിച്ചു വന്നപ്പോൾ 3-ാമത്തെ കാര്യം നമ്മൾ കണ്ടെത്തിയത് കാൽവറിയിലാണ്. ഗെത്സമന മുതൽ കാൽവറി വരെ നമ്മൾ അടുത്ത് നിന്ന് കണ്ടു. ആ കാൽവറിയിൽ മനുഷ്യവർഗത്തിന് മേൽ വരേണ്ട ന്യായവിധി, ഭയാനകമായ ന്യായവിധി, ആലോചിക്കാൻ പോലും പറ്റാത്ത ന്യായവിധി, പാപത്തിൻ്റെ മേൽ ദൈവം ന്യായം വിധിച്ച ആ ന്യായവിധി നടപ്പാക്കി കാലസമ്പൂർണതയിൽ. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അതായത് സ്വർഗമഹിമകളെ വെടിഞ്ഞ് പുത്രൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പാപമായി തീർന്നു. നമ്മുടെ പാപവും ശാപവും വഹിച്ചുകൊണ്ട് കാൽവറിയിലെ കൊലമരത്തിലേക്ക് കയറി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഈ മെസ്സേജ് ഇങ്ങനെ മുന്നോട്ട് കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാൽ കേൾക്കാത്ത ഒത്തിരി പേര് നമ്മളെ ശ്രദ്ധിച്ചിരുന്നു. ആ ദിവസങ്ങളിൽ ഈ ഡയറക്റ്റ് മാത്രമല്ല യൂട്യൂബിലൊക്കെ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. എന്താ നമ്മൾ ആ മെസ്സേജിലൂടെ പറഞ്ഞു കൊണ്ടുവന്നത്? അതായത് രക്ഷയോടുള്ള ബന്ധത്തിൽ തികച്ചും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ് കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു കൊണ്ടുവരുന്നത്. എന്നാൽ വിശ്വാസ സ്നാനത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ മുമ്പാകെ ചില കാര്യങ്ങൾ പറയുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ നാൾതോറും ക്രൂശ് എടുക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ പറഞ്ഞു വന്നാൽ വേണേൽ ഒരു കണ്ടീഷനായിട്ട് എടുക്കാം, ചില നിബന്ധനകളായിട്ട് വേണേൽ കൂട്ടാം. അവിടെ ക്രിസ്തുവിന് കർത്തൃത്വം കൈമാറണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ലോഡ്ഷിപ്പ് കൈമാറണം, തീറാധാരത്തിൽ ഒപ്പുവെക്കണം. അങ്ങനെ ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല എന്ന നിലയിലേക്ക് കടന്നു വന്ന് ഞാൻ എന്നെ തന്നെ ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഗൗരവമായ കാര്യം നമ്മൾ ആ ദിവസങ്ങളിൽ കണ്ടു. അതങ്ങനെ പിന്നെയും ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് അടുത്ത സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുകയാണ്, വിശ്വാസ സ്നാനത്തിന് വേണ്ടി. ഇനി ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങണം. അതായത് പാപസംബന്ധമായി മരിച്ചു കിടക്കുന്ന ആ പഴയ മനുഷ്യനെ ആ കല്ലറയിൽ, ആ ജലക്കല്ലറയിൽ അടക്കാനുണ്ട്. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ മുൻപോട്ട് കാലെടുത്ത് വെച്ചു. അപ്പോൾ തന്നെ നമ്മളൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ആ ബലിപീഠത്തിൽ അഥവാ കാൽവറിയിലെ ക്രൂശിലേക്കാണ് ആ തിരിഞ്ഞുനോട്ടം എത്തുന്നത്. അവിടേക്ക് നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് ഭയാനകമായ ന്യായവിധിയെക്കുറിച്ചുള്ളൊരു ഓർമ്മയാണ്. എത്ര ഭയങ്കര ന്യായവിധിയാണ്! ഉയരത്തിലെ തീ മുഴുവനും അവിടെ വന്ന് വീണു. അതായത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ രക്ഷിതാവും കർത്താവുമായി യേശുക്രിസ്തു ഒരു നിഷ്കളങ്ക യാഗമായി തന്നെത്താൻ ആ ബലിപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത കാഴ്ചയാണ് കണ്ടത്. ഏൽപ്പിച്ചു കൊടുത്ത കാഴ്ച. അവിടെ തൻ്റെ ശരീരം തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു. പിന്നത്തേതിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ താനെ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു എന്ന്. തൻ്റെ ശരീരം പീഡിപ്പിക്കപ്പെട്ടു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തിനാണ് ഇത്രയും നീട്ടിപ്പരത്തി അന്ന് പറഞ്ഞു കൊണ്ടുവന്നത്? അതായത് ഈ അടുത്ത സമയത്ത് മലയാളക്കരയിലെ രക്ഷാഭദ്രതക്കാരുടെ അപ്പോസ്തലനായ ഉപദേശി അതിഭയങ്കരമായ നിലയിൽ ഇവിടെ നിലനിൽക്കുന്ന പെന്തിക്കോസ്ത് സമൂഹത്തിലെ ആളുകൾ, വിശേഷിച്ചതിലെ സ്ത്രീകൾ, വലിയ പങ്കും ഈ ഓർണമെന്റ്സ് ഒന്നും ധരിക്കുന്നില്ല. ബാഹ്യാലങ്കാരങ്ങൾക്കൊരു പ്രാധാന്യവും കൊടുക്കാതെ അങ്ങനെ അവർ മുൻപോട്ട് പോകുമ്പോൾ അത് തികച്ചും വചനവിരുദ്ധമാണ്, വചനത്തിലൊന്നും ഇല്ലാത്ത കാര്യമാണ്. ഇവരെന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മലയാളക്കരയിൽ അനേകായിരം ആളുകളുടെ രക്ഷയാണ് തടയപ്പെട്ടത്. അതായത് പെന്തക്കോസ്ത് സമൂഹം കഴിഞ്ഞ കാലങ്ങളിൽ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു ഊന്നൽ കൊടുത്ത് ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണല്ലോ. അപ്പോൾ ആ കാരണത്താൽ രക്ഷയിലേക്ക് വരേണ്ട അനേകരുടെ രക്ഷ തടയപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. സാധാരണക്കാരായ മനുഷ്യർ, നിഷ്കളങ്കരായ മനുഷ്യർ, കൂടുതൽ ആഴത്തിൽ വചനം അറിയാത്ത ആളുകൾ അതൊക്കെ കേൾക്കുമ്പോൾ അവിടെ രക്തം തിളയ്ക്കും. ശരിയാണല്ലോ, ഈ പാസ്റ്റർമാരുടെ കുഴപ്പം കാരണമാണല്ലോ അങ്ങനെ സംഭവിച്ചത്. ഇവർ വേദപുസ്തകം പറയാത്ത കാര്യങ്ങളല്ലേ പറഞ്ഞത്. അങ്ങനെ വേദപുസ്തകത്തിൽ ഇല്ലാത്തതും പറയാത്തതുമായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്തത് കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ അനേകർ ഈ മാർഗത്തിലേക്ക് വരാതെ പോയി, വഴിവിട്ടുപോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനം ആവേശഭരിതരായി. അപ്പോൾ അതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. ചില ആളുകളുടെ ഉള്ളിലൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. 2-3 ആഴ്ചയായിട്ട് നമ്മൾ വളരെ സീരിയസ് ആയി അതിൻ്റെ ഡെപ്തിൽ തന്നെ ഇറങ്ങിച്ചെന്ന് ഈ ബാഹ്യാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഓർണമെൻറ്റ്സൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ എന്തിനു പറയുന്നു? അതിൻ്റെ ആവശ്യമുണ്ടോ? വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മനുഷ്യനിവിടെ മുന്നോട്ട് പോകാൻ പാടുപെടുകയാണ്, 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നുണ്ട്. അതിനൊരു ആശ്വാസം വരുന്ന എന്തെങ്കിലും പ്രസംഗം ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിനൊക്കെ കഴിഞ്ഞ സൺഡേയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഞാൻ അതിനൊരു മറുപടി പറഞ്ഞായിരുന്നു. അതായത് ഇവിടെ ലക്ഷോപലക്ഷം കോടാനുകോടി പാസ്റ്റർമാരുണ്ട്. അവരെല്ലാം കമ്പാഷൻ ഉള്ളവരാണ്, അവരെല്ലാം മനസ്സലിവുള്ളവരാണ്, ദയാവായ്പുള്ളവരാണ്, അവരെല്ലാം ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവരുടെ ഉന്നമനം ഉയർച്ചയൊക്കെ
മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ ഭൂമിയിൽ അവരെല്ലാം കോടീശ്വരന്മാരാകണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. ഒരു മനുഷ്യനും അത്താഴപ്പട്ടിണിക്കാരനായിട്ട് കിടക്കരുത്, എല്ലാവരും നല്ല നിലയിൽ ബംഗ്ലാവൊക്കെ വെച്ച് വലിയ വില കൂടിയ കാറിലൊക്കെ നല്ല രീതിയിൽ ഐശ്വര്യമായിട്ട് അങ്ങ് സഞ്ചരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു, ഇവരുടെ ഇടയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് നമ്മൾ. അതേ രീതിയിൽ തന്നെയാണ് നമ്മളും ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യകത എന്താ? അവരൊക്കെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോയാൽ മതി. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ, ആത്മീയ ഒരുക്കങ്ങളോടുള്ള ബന്ധത്തിൽ ഗൗരവമായ ആത്മീയ വിഷയങ്ങൾ, ഉപദേശ വിഷയങ്ങൾ പറയുന്നൊരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മളിതിനെ മാറ്റി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഏറിയ പങ്ക് ഇവിടെ വരുന്നത്. അല്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് സമയം കഴിയുമ്പോൾ പോകുമെന്ന് എനിക്കറിയാം. അങ്ങനെ വരുന്ന പ്രിയപ്പെട്ടവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ അവരെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയോ 2 ഡയലോഗ് അടിക്കാം വേണമെങ്കിൽ. ഇമോഷണലായിട്ടൊക്കെ അവരെ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ കടന്നു വരുന്ന വിശുദ്ധന്മാരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം, യോഗ്യരാക്കണം. അത് തന്നെയല്ല, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ടാകാം. വളരെ ആത്മാർത്ഥമായി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകാം. അത് അങ്ങനെയൊക്കെ വേണോ? 10 ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ കഴിയാതെ വിഷമിച്ചു പോയിട്ടുള്ള സഹോദരങ്ങളുമുണ്ട്. അങ്ങനെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സഹോദരങ്ങൾക്കൊക്കെ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യങ്ങൾ വളരെ പ്രയോജനമായി, മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ ഒരു പ്രാപ്തിയായി, ഒരു ധൈര്യമായി, ഒരു ബലമായി അവരൊക്കെ പറയാനിടയായിട്ടുണ്ട്. എന്താ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത്? ഈ ബാഹ്യ അലങ്കാരത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല, അതിന് ഗൗരവം കൊടുക്കേണ്ട കാര്യം വചനത്തിൻ്റെ ആഴങ്ങൾ അറിയാവുന്നവർക്കില്ല. അല്ലാത്തവരെ സംബന്ധിച്ച് കുഴപ്പമില്ല, അല്ലാത്തവരെ സംബന്ധിച്ച് ഇത്തിരിയൊക്കെ ആകാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാത്സല്യ സഹോദരൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ച കൂട്ടത്തിൽ ഈ ടോപ്പിക്ക് ഞങ്ങളുടെ സംസാരത്തിൽ വന്നു. 2-3 ആഴ്ചയായിട്ട് പാസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. യെസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഉണർത്തിയ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് ഈ ബാഹ്യാലങ്കാരങ്ങൾ എന്നൊക്കെയുള്ള ആ പദപ്രയോഗം കൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അതായത് നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. സാധാരണഗതിയിൽ ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി ഈ ആഭരണമൊക്കെ ധരിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് കൂടുതലത് ധരിക്കുന്നത്. വിശേഷിച്ച് അവർ കമ്മൽ ഉപയോഗിക്കും, 2 കമ്മൽ ഉപയോഗിക്കും. നമ്മളൊരു പിക്ചറൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത്രയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, നിങ്ങൾ ഈ 2-ൽ നിർത്തിക്കളഞ്ഞത് എന്താണെന്നാണ് ചോദിച്ചത്. 2 കമ്മലേ ഉപയോഗിക്കാവുള്ളൂ എന്ന് ബൈബിളിലെങ്ങും എഴുതിയിട്ടില്ല. 2-ലധികം ഇട്ടുകൊണ്ടൊരു സഹോദരി വന്നാൽ തടുക്കാനും പറ്റില്ല. ഇനി നമ്മുടെ ഇടയിലെ പുരുഷന്മാരിത് ഉപയോഗിക്കാറില്ല സാധാരണ. ഏതെങ്കിലും ഒരു പുരുഷൻ ഇത് ഇട്ടുകൊണ്ട് വന്നു, ഏതെങ്കിലും പാസ്റ്റർ വിലക്കുകയോ തടയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ കോടതി കയറുകയാണെങ്കിൽ പാസ്റ്ററെയും കോടതി വിളിപ്പിക്കും. അപ്പോൾ പാസ്റ്ററോട് കോടതി ചോദിക്കും, എന്താ ഈ സഹോദരന് നിങ്ങൾ ആത്മീയ കൂട്ടായ്മ കൊടുക്കാത്ത, ഇദ്ദേഹത്തിന് കർത്തൃമേശയൊന്നും കൊടുക്കാത്ത എന്താണ്? അപ്പോൾ പാസ്റ്റർ ജഡ്ജിയോട് പറയും, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് പറയാമെന്ന് വിചാരിച്ചോ, നോക്കൂ ജസ്റ്റിസ്, ഇദ്ദേഹം കാതിൽ 2 കമ്മൽ ഈ കുരിശ് പോലത്തെയൊക്കെ കാതിൽ തൂക്കിയിട്ടോണ്ട് വന്ന കണ്ടില്ലേ? അത് മാത്രമല്ല, കയ്യിൽ വലിയ ഇടിവള, പിന്നെ ഈ കയ്യിൽ വേറെ വലിയ തുടൽ പോലെ ഒരു സാധനം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ജഡ്ജി ചോദിക്കും, നിങ്ങളുടെ കൂട്ടായ്മയിൽ വേറെ ആരും ഇത് ഉപയോഗിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്ത്രീക്ക് ഉപയോഗിക്കാമെങ്കിൽ പുരുഷന് ഉപയോഗിക്കാൻ മേലെന്ന് ജഡ്ജി ചോദിക്കില്ലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മെസ്സേജിൽ പറഞ്ഞു. അത് ആ സഹോദരനെ സ്വാധീനിച്ചു, അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലം ഉണർന്നു. ന്യായമായ കാര്യമാണല്ലോ പറഞ്ഞത്. സ്ത്രീക്ക് ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് പുരുഷന് ഉപയോഗിക്കാൻ പാടില്ല? സ്ത്രീക്ക് ഉപയോഗിക്കാമെന്ന് പുരുഷന് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ സ്ത്രീ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രേ ഉപയോഗിക്കാവുന്ന എന്തെങ്കിലും നിയമമുണ്ടോ? അങ്ങനെ ഒരു നിയമമൊന്നുമില്ലല്ലോ. സ്ത്രീക്കാണെങ്കിൽ തന്നെ ഇത്ര ഉപയോഗിക്കാവുന്ന നിയമമൊന്നുമില്ലല്ലോ. ഒരു പയ്യന്റെ ഫോട്ടോ നമ്മൾ കാണിച്ചു. ആ പയ്യൻ ഇങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ. എന്തുമാത്രം ആഭരണങ്ങളാണ് തന്നെ ധരിച്ചു നിൽക്കുന്നത്. ഇന്ത്യക്കാരനായ ഒരു കോടീശ്വരനായ പയ്യനാണത്. അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിറുക്ക് പിടിക്കും. കണ്ടു കഴിഞ്ഞാൽ എന്തൊരു അലോസരം ആ വരവൊക്കെ. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാഴ്ചയാണത്, കാഴ്ച. അപ്പോൾ അതിലൊക്കെ ഏറ്റവും മനോഹരമായ കാര്യം ശരിയായ വചനത്തിൻ്റെ വഴിയിലേക്ക് വരിക. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ റോമാലേഖനം 12-ാം അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു വിഷയത്തിലേക്ക് പറഞ്ഞു വന്ന് അതങ്ങനെ പറഞ്ഞ് ഒത്തിരി നമ്മൾ മുൻപോട്ട് വന്നു. അതെല്ലാം ഞാൻ പറയുകയല്ല, എന്നാൽ ഒരു വാക്കോടെ സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വന്നപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് നമ്മളിങ്ങനെ വായിച്ചു, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി ഞെരങ്ങുന്ന കാര്യം, ഒരു ഞെരക്കത്തെക്കുറിച്ച്. വിശുദ്ധന്മാർക്ക് ആ ഞെരക്കം ആവശ്യമാണെന്നാണ് പറഞ്ഞത്.
അതൊരു ന്യായമായ കാര്യമാണ്. ദൈവവചനത്തിൻ്റെ പിൻബലത്തിലാണ് ഞാനത് പറഞ്ഞത്, ഒരു ഞരക്കത്തെക്കുറിച്ച്, വിശുദ്ധന്മാരുടെ ഞരക്കത്തെക്കുറിച്ച്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ചില കോണുകളിൽ നിന്ന് വന്ന ഒരു സംസാരം എന്ന് പറയുന്നത്, ഈ ശരീരത്തിൻ്റെ കാര്യത്തിൽ ഇത്ര പ്രാധാന്യം കൊടുക്കാനുണ്ടോ, ആത്മാവിനല്ലേ പ്രാധാന്യം എന്നുള്ളതാണ് ചിലർ ചോദിച്ചത്. അപ്പോൾ അതിന് മറുപടി ഒന്നോണം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടതുണ്ട്. ആദ്യത്തെ വാക്യം റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. ആ വാക്യം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, എന്നാൽ സന്ദർഭവശാൽ ആ വാക്യം നമ്മൾ വായിക്കും. അത് കഴിഞ്ഞ് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23 പിന്നെ വായിക്കും. ആദ്യം റോമാലേഖനം 8-ന്റെ 11 വായിക്കും. സൗരങ്ങളെ വളരെ സീരിയസ് ആയൊരു വാക്യമാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഈ വാക്യത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാവുന്നവരുണ്ട്, ധാരാളം പേരുണ്ട്. എന്നാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം അറിയാത്ത ഒത്തിരി പേരുണ്ട്. അതായത് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണത് കിടക്കുന്നത്. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രസംഗിച്ചു വരുമ്പോൾ ഈ വാക്യം കോട്ട് ചെയ്യും. അതായത് ഇപ്പം നമ്മുടെ നടുവിലായിരിക്കുന്ന സഹോദരങ്ങളെ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിക്കുക എന്ന് വിചാരിച്ചോ, ഓരോരുത്തരെ വിളിച്ചിട്ട് വ്യക്തിപരമായി ചോദിക്കുക, ബ്രദർ ഇപ്പോൾ ഒരു ദൈവവേദത്തിൽ മരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ മരണത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു, തൻ്റെ പ്രാണനും ആത്മാവിനും എന്ത് സംഭവിക്കുന്നു, എന്തായിരിക്കും അടുത്തടുത്ത സ്റ്റെപ്പുകളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും അതിനെക്കുറിച്ചൊരു സൂക്ഷ്മമായി പറയാനായിട്ട് അറിയില്ല. എല്ലാവർക്കും അറിയില്ലെന്നല്ല, ആ കാര്യം സൂക്ഷ്മമായി പറയാനായിട്ട് അറിയാത്ത ഒത്തിരി പേര് ദൈവമക്കളുടെ ഇടയിലുണ്ട്. അതായത് നമ്മൾ മുന്നമേ വിശദീകരിച്ചിട്ടുള്ളതാണ്, ഇന്നൊരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരം ഈ ഭൂമിയിൽ മറവ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാണനിലും ആത്മാവിലും അദ്ദേഹം വിശ്രമത്തിലേക്ക് പോകുന്നു, സ്വർഗീയമായ അനുഭവത്തിലേക്ക്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സ്വർഗീയ പർദീസയിലേക്ക് പോകുന്നു എന്ന നിലയിൽ നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പ്രാണനിലും ആത്മാവിലും അദ്ദേഹം പർദീസയുടെ അനുഭവത്തിലേക്ക് പോവുകയാണ്. അത് ഉയരത്തിലാണ്, നിശ്ചയമായി അതൊരു വിശ്രമമാണ്. ആ വിശ്രമത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പക്ഷെ ശരീരം ഭൂമി കിടക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യത്തിനാണ് പലർക്കും ഉത്തരവില്ലാത്ത കൺഫ്യൂഷനിലായി പോകുന്നത്. കാഹളം ധ്വനിക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള ചോദ്യം. കാഹളം ധ്വനിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യം നമുക്കറിയാം. കർത്താവ് താൻ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദമൊക്കെ ആയിട്ടുള്ള ആ വാക്യം നമ്മുടെ മുമ്പിലുണ്ട്. അതായത് മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. അവർ ഉയർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രാണനിലും ആത്മാവിലും അവരിപ്പോൾ വിശ്രമത്തിലാണ്. ഇപ്പോൾ മരിക്കുന്ന വ്യക്തി തൻ്റെ ആത്മാവിൽ ഈ പറയപ്പെട്ട അനുഭവത്തിലേക്ക്, ഉയരത്തിലേക്ക് പോകുന്നു എന്നേ ഉള്ളൂ. ശരീരം ഭൂമി കിടക്കുകയാണ്. ആകാശത്തിൻ്റെ അധിപതിയായ ശൈത്താൻ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതായത് വെളിപ്പാട് ദിവസം 12-ാം അധ്യായം വരെ 2-ാം സ്വർഗം എന്ന് പറയുന്ന ഈ ശൂന്യാകാശം അല്ലെങ്കിൽ നക്ഷത്രമണ്ഡലം, അവിടെ സാത്താൻ്റെ വിഹാര കേന്ദ്രമാണ്. അതിലൂടെയാണ് കടന്നു പോകേണ്ടത്. അതിലൂടെ കടന്നുപോയ ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ 2 പേരുടെ പേരും കൂടെ പറയാം. ഒരാളുടെ പേര് ഹാനോക്ക് എന്നാണ്, മറ്റേയാളുടെ പേര് ഏലിയാവ് എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ മുന്നമേ തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അവർ ചുമ്മാ കടന്നുപോയതല്ല, അവരെ കൊണ്ടുപോയ വിധങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആദ്യഫലം എന്ന് പറയുന്നത്. പിന്നെ ക്രിസ്തുവിനുള്ളവർ ഉയർക്കേണ്ടതുണ്ട്. അതിന് അതിൻ്റെതായ ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ കാഹളം ധനിച്ച് വിശുദ്ധന്മാർ ഉയർക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അവർ അവരുടെ ശരീരത്തിലേക്ക് വരുന്നു. അങ്ങനെ അവർ ദേഹി ആത്മാവിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ആകാശത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ ആകാശത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ 1 തെസ്സലോനിക്ക ലേഖനം 5-23 കൂടെ ഒന്ന് വായിച്ചേ. യെസ്, ഇത് നിങ്ങൾക്ക് പരിചയമുള്ള വാക്യം തന്നെയാണ്. ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കാൻ വേണ്ടിയാണ് വീണ്ടും വായിപ്പിക്കുന്നത്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. കംപ്ലീറ്റ് അഥവാ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും അഥവാ പ്രാണനും നമ്മുടെ ശരീരവും
അനിന്യമാം വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് മുകളിൽ എന്താ വായിച്ചത്? അതിന് മുകളിൽ വായിച്ചത് നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന്. അതായത് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സന്നിധാനത്തെങ്കിൽ നിൽക്കുന്ന ആ നിൽപ്പിൽ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിൽ ആ സമ്പൂർണ്ണ സമർപ്പണത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച വ്യക്തി എന്ന നിലയിലാണ് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്. കുറ്റമറ്റ മനസാക്ഷിയോടുകൂടി സമർപ്പിതമായ ശരീരത്തിനകത്ത് വസിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെയല്ലേ നിൽക്കേണ്ടത്? അപ്പോൾ ശരീരത്തിന് പ്രാധാന്യമുണ്ടോ ഇല്ലയോ? സഹോദരങ്ങളെ, ഞാൻ ഈ മെസ്സേജിൽ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചില ചോദ്യങ്ങൾ വരും. അങ്ങനെ ആ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി കൊടുക്കുന്നത്. അതായത് ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരികയാണ്. അതായത് നാനാ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നതും ഇപ്പോൾ പെന്തക്കോസ്ത് ലോകത്ത് പുതിയ ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകർ ഉയർത്തിക്കൊണ്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൽ നിന്ന് 1-2 വാക്ക് പറയാനുണ്ട്. അതിനു മുമ്പ് ഞാൻ 1 തെസ്സലോനിക്ക ലേഖനം തന്നെ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അതായത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ആ വാക്യത്തിൽ പറയുന്നത്. അതും കഴിഞ്ഞിട്ട് ഈ 5-23 വരുമ്പോൾ ദേഹം, ദേഹി, ആത്മാവൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ശരീരത്തിന് പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരീരത്തിന് പ്രാധാന്യമുണ്ട്. ശരീരത്തിന് പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ശരീരം തന്നെ ഒരു യാഗമായി സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിതമായ ശരീരം പിന്നത്തേത് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം എന്ന നിലയിലാണ്. അതാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്ന്. ആ നിലയിൽ ഒരു ഉയർന്ന ദൈവപ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്കറിയാം. അതായത് പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സമാഗമന കൂടാരവും പിന്നത്തേതിൽ യെരൂശലേം ദേവാലയവും 2 ദൈവത്തിൻ്റെ നിവാസങ്ങളെ കാണാം. അത് കഴിഞ്ഞിട്ട് ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നാം ആകുന്ന കൂടാരങ്ങളെയാണ് ദൈവം തൻ്റെ മന്ദിരമായിട്ട് പരിഗണിക്കുന്നത്. ഇന്ന് നാം ആണ് ദൈവത്തിൻ്റെ മന്ദിരം. അതിന് വലിയ ഗൗരവമാണ്. ആ മന്ദിര പർവ്വതത്തിലെ മാതൃകപ്രകാരമാണ് പണിയേണ്ടതും ആ മാതൃകപ്രകാരമാണ് അത് റൺ ചെയ്യേണ്ടതും മുൻപോട്ട് പ്രയാണം ചെയ്യേണ്ടതും. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ ഉയർന്നു വന്ന ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന ഒരു വാദഗതി എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നാണ്. 1 പറഞ്ഞ് 2 ആ അധ്യായത്തിലെ കാര്യങ്ങൾ പറഞ്ഞു വരും പലരും. അതായത് 7-ാം അധ്യായം തുടങ്ങുമ്പോൾ യെരുശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കൈ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നു. അത് ചന്തയിൽ നിന്ന് വരുമ്പോഴാകട്ടെ, മറ്റെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴാകട്ടെ, എല്ലായ്പ്പോഴും അവർ ബാഹ്യ ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു. ബാഹ്യ ശുദ്ധീകരണത്തിന്. പക്ഷേ അകം വെള്ള തേച്ച ശവക്കല്ലറയാണെന്ന് മത്തായി 23 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇവരെ സംബന്ധിച്ച് ഇവരോട് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാണെന്ന്. അങ്ങനെ വളരെ കടുപ്പത്തിലുള്ള വാക്കുകളാണ് പറഞ്ഞത്. നിങ്ങൾ കപടഭക്തിക്കാരാണ്, നിങ്ങൾ കപടഭക്തിക്കാരാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ കർത്താവിനോട് പറയുകയാണ്, നിന്റെ ശിഷ്യന്മാർ എന്താണ് ഇങ്ങനെ പൂർവന്മാരുടെ സമ്പ്രദായങ്ങളെ മറിച്ചു കളയുന്നു, ബാഹ്യശുദ്ധിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ലല്ലോ, അതാണല്ലോ ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ കർത്താവ് മറുപടി കൊടുക്കുകയാണ്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത്. യെശയ്യാവിൻ്റെ പ്രവചനം എടുത്ത് കോട്ട് ചെയ്തിരിക്കുകയാണ് അവിടെ. ഈ ജനം എന്നെ അധരം കൊണ്ട് ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഒരു ദീർഘമായി അവരോട് സംസാരിക്കുന്നതാണ് താഴേക്ക് കാണുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ 15-ാം വാക്യം വായിച്ചേ, വേഴ്സ് 15, 7-15. പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഈ വാക്യമൊക്കെ ഇപ്പോൾ ഒത്തിരി പേര് വളരെ ആത്മാർത്ഥമായി എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എടുത്ത് പറയുന്നുണ്ട് ഈ വാക്യം. അതായത് പുറമേ ഉള്ളതിനല്ല പ്രാധാന്യം, അകമേ ഉള്ളതിനാണ് കർത്താവ് പ്രാധാന്യം കൊടുത്തത്. നിങ്ങൾ ഈ വാക്യത്തിലേക്ക് നോക്ക്. പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ലെന്ന് യേശുക്രിസ്തു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും
മനുഷ്യനെ അശുദ്ധമാക്കുന്ന കാര്യങ്ങളോ അതിനൊന്നും കർത്താവ് ഒരു ഗൗരവം പോലും കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് അതിന് താഴേക്ക് വരുമ്പോൾ 20 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് അങ്ങ് പറയാണ്. ഇതൊക്കെയാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, അല്ലാതെ കൈ കഴുകിയോ കഴുകിയില്ലയോ ഈ കാര്യത്തിനൊന്നും അല്ല പ്രസക്തി എന്നുള്ളതാണ് കർത്താവ് അവിടെ ടീച്ച് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിലെ വചനത്തിൻ്റെ ആഴങ്ങളോ ഉപദേശങ്ങളോ അറിയാത്ത ഇപ്പോഴത്തെ നവപ്രവണതകളിൽ സഞ്ചരിക്കുന്ന ഉപദേശി വർഗം അവരിതൊക്കെ എടുത്തുകൊണ്ടാണ് കാര്യങ്ങളെ ഖണ്ഡിക്കാൻ വരുന്നത്. ഏത് കാര്യത്തെ ഖണ്ഡിക്കാൻ? നിങ്ങളീ പറയുന്ന ഈ ആഭരണധാരണം, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെ വെച്ച് ചിന്തിക്കാനാണ് പറയുന്നത്. അതായത് യേശുക്രിസ്തു പറയുന്നത് പുറമേ ഉള്ളതിനൊന്നും ഒരു പ്രാധാന്യമില്ല, അകമയാണ് പ്രാധാന്യമുള്ളൂ, പുറമേ നിങ്ങൾ നോക്കുപോലും വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾ കൺഫ്യൂസ്ഡ് ആയി പോവില്ലേ? ആകുമില്ലയോ? അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് 3-4 ആഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഭദ്രതാവാദക്കാരനായ അപ്പോസ്തോലനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും ഒരു മറുപടി പോലെയാണ് നമ്മൾ പറയുന്നത്, ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നാട് മുഴുവൻ നടന്ന ആളുകളെ ഇത് ധരിപ്പിക്കണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കുന്നു എന്ന കാരണത്താലാണ് നമ്മളിങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, 4-5 വർഷമായി നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കുന്നു. ഇതിനകത്തൊന്നും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിട്ട് മെനക്കെടാറില്ലാത്തവരാണ്. വളരെ ഗഹനമായ കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന മനുഷ്യരാണ് നമ്മൾ. രക്ഷയുടെ ആഴങ്ങൾ, അതുപോലെ തന്നെ മുൻപോട്ടുള്ള ആത്മീയ വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ വരാൻ പോകുന്ന പുതിയ ഭൂമിയും പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേമുമായി ബന്ധപ്പെട്ട ആഴമേറിയ വിഷയങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതെന്ന് മനസ്സിലായോ? ജനത്തെ വഞ്ചിക്കുകയാണ്. മർക്കോസ് 7 എടുത്തു വെച്ചിട്ട് പറയുകയാണ്, പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്നത് യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല, പുറമേ ഉള്ളതിനൊന്നും ഒരു പ്രസക്തിയില്ലെന്ന് പറഞ്ഞു കൊണ്ടുവരുമ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷവും ലൂക്കോസിൻ്റെ സുവിശേഷവും ഈ സുവിശേഷമൊക്കെ കഴിഞ്ഞിട്ട് അപ്പസ്തോല പ്രവൃത്തിയും കഴിഞ്ഞിട്ട് പിന്നെ ലേഖനങ്ങൾ കുറേ കിടപ്പില്ലേ? അതിൽ വിശേഷപ്പെട്ട ഒരു ലേഖനമാണ് റോമാലേഖനം. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലല്ലേ നമ്മൾ കണ്ടത് നിങ്ങളുടെ ശരീരത്തെ ഒരു യാഗമായി സമർപ്പിക്കാനായിട്ട് പറഞ്ഞത്. അകത്ത് ആത്മാവുണ്ടല്ലോ, അത് സമർപ്പിക്കാൻ പറഞ്ഞാൽ പോരെ പരിശുദ്ധാത്മാവിന്? പിന്നെ ഇതിനെ ശരീരം സമർപ്പിക്കാൻ പറഞ്ഞത്? അതായത് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, അതായത് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്. രക്ഷിക്കപ്പെട്ട ഒരുവൻ്റെ ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവം ഒരു മനുഷ്യൻ്റെ ആത്മാവിലാണ് വസിക്കുന്നത്, ശുദ്ധീകരണം പ്രാപിച്ച ഒരുവൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ പുറമേയുള്ള ശരീരത്തിന് എന്നാ പ്രസക്തിയുള്ളത്? ആത്മാവിലല്ലേ വസിക്കുന്നത്. ഈ ശരീരത്തെക്കുറിച്ച് ഇത്ര ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമോ ഈ ശരീരം സമർപ്പിക്കണമെന്നുള്ള കാര്യമോ പറയേണ്ട കാര്യം പോലും ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ചിന്തിക്ക്. ഇവിടെ ഈ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം എടുത്തു വെച്ചിട്ടാണ് നമ്മളെ ഖണ്ഡിക്കാൻ വരുന്നത്. പുറമേ ഉള്ളതിന് പ്രസക്തി ഇല്ലെന്ന് പറഞ്ഞ്, പുറമേ ഉള്ളതിന് പ്രസക്തി ഇല്ലെന്ന്. കൊരിന്ത് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതൽ കർത്താവിൻ്റെ പത്രമാണ്. നിങ്ങൾ കർത്താവിൻ്റെ പത്രമാണ്. പത്രം എന്തിനുള്ളതാണ്? വായിക്കാനുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെ വായിക്കുകയാണ്, നമ്മിലൂടെ ക്രിസ്തുവിനെയാണ് അവർ വായിച്ചറിയുന്നത്. അതുപോലെ തന്നെ മോശയുടെ കയ്യിൽ കൊടുത്ത ആ കൽപ്പലക, ആ കൽപ്പലകയുടെ പ്രത്യേകത എന്താ? അതിൻ്റെ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, കൽപ്പലകയുടെ അകത്തും പുറത്തും എഴുത്തുണ്ട്. അല്ലാതെ ഒരു സൈഡിൽ മാത്രമല്ല എഴുത്ത്, അതിൻ്റെ അകത്തും പുറത്തും എഴുത്തുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്ന അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ, ആ പുരോഹിതന്മാർ യാഗാർപ്പണത്തിനും പിന്നീട് ധൂപാർപ്പണത്തിനും വേണ്ടി വരുന്നവരാണ്. അവരെ സംബന്ധിച്ച് അവരുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും അത് വെണ്മയുള്ളതായിരിക്കണം, അതെപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം, വെളുത്ത പഞ്ഞിനൂല് കൊണ്ടുള്ളതായിരിക്കണം. അതിൽ കറയും ചുളുക്കും ഒന്നും പാടില്ല. അല്ല, ഈ ഇന്നർ ഗാർമെൻറ്റ്സ് മാത്രം ശുദ്ധിയുള്ളതായ പോരെ, ഔട്ടർ ഗാർമെൻറ്റ്സിന് ഇത്ര ശുദ്ധി വേണോ? ഈ വാദഗതിയോടുള്ള ബന്ധത്തിലാണ് എൻ്റെ ചോദ്യം. ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും രണ്ടും വെളുത്ത പഞ്ഞിനൂല് കൊണ്ടുള്ളതായിരിക്കണമെന്നും അത് ശുദ്ധിയുള്ളതായിരിക്കണമെന്നും അതിനകത്ത് കറ ചുളുക്കം ഒന്നും പാടില്ല എന്നുമാണ് പറയുന്നത്. പഴയ നിയമത്തിലെ പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം അർപ്പിക്കാൻ വരുമ്പോൾ
ആ കാര്യങ്ങളെ പുതിയ നിയമ പുരോഹിതന്മാരായ നാം എങ്ങനെ വ്യാഖ്യാനിക്കും? അല്ലാതെ അവരല്ലേ അവിടെ യാഗം നടത്തിയത്, നമ്മളെന്തിനാ ഈ കാര്യത്തിൽ തല പോയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നവരുടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-5 ഇപ്പോൾ കേട്ട ഈ 2 വാക്യം കൊണ്ട് ചേർത്ത് വായിച്ച വലിയ വാക്യമാണ്. എന്നാൽ 5-ാം വാക്യത്തിനകത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട വാക്ക് ഞാൻ പുറത്തേക്ക് എടുക്കാം. അതായത് നമ്മെക്കുറിച്ച് പറയുന്നത്, നാം യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നമ്മൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മീക യാഗങ്ങൾ കഴിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ പുരോഹിത വർഗമാണെന്നാണ് വായിച്ചത്. പഴയ നിയമത്തിൽ അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരെയും യാഗം കഴിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. അവർ അക്ഷരീകമായ യാഗങ്ങൾ കഴിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മീക യാഗങ്ങൾ കഴിക്കാനാണ് വന്നിരിക്കുന്നത്. യാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ആഴം പഠിക്കണമെങ്കിൽ നമ്മൾ ലേവ്യ പുസ്തകത്തിൽ പോകണമെന്ന് പറഞ്ഞല്ലോ. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം അർപ്പിക്കാൻ വരുമ്പോൾ അവരുടെ വസ്ത്രം സൂക്ഷിക്കണം. വസ്ത്രം എപ്പോഴും വെണ്മയുള്ളതായിരിക്കണം. അവരുടെ ഇന്നർ ഗാർമെൻറ്റ്സും അവരുടെ ഔട്ടർ ഗാർമെൻറ്റ്സും അതെപ്പോഴും വെണ്മയുള്ളതായിരിക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് യാഗം അർപ്പിക്കാനായിട്ടുള്ള അനുവാദമില്ല. പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ ഈ പറയപ്പെട്ട നിലയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മരണം സംഭവിക്കാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതെന്താ കാണിക്കുന്നത്? ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും. ആ ഗാർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെയാണ് കാണിക്കുന്നത്. ലൈഫ്, നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും കുറ്റമറ്റതായിരിക്കണം. രഹസ്യ ജീവിതം കുറ്റമറ്റതായ പോരെ, പരസ്യ ജീവിതം കുറ്റമറ്റതാകണോ? ഏതെങ്കിലും ഒന്ന് അങ്ങനെയായാൽ പോരെ, ദൈവം പ്രസാദിച്ചോളൂല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സഹോദരങ്ങളെ കാര്യങ്ങളെ പഠിക്കുന്നത്. അതായത് കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്ത് സമൂഹം വളരെ ഗൗരവമായി ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു പോകുന്ന കാര്യങ്ങളെ മറിച്ചിടാൻ വേണ്ടി ഇന്നത്തെ നവീന ഉപദേശങ്ങൾ ചുമക്കുന്നതായ ആളുകൾ, അല്ലെങ്കിൽ ഇന്നത്തെ നവീന ഉപദേശങ്ങൾ പേറുന്നതായ ശുശ്രൂഷകരെന്ന് പറയുന്നവർ ആളുകളെ ഇളക്കി വിടുന്ന കാര്യങ്ങളാണ് ഈ വായിച്ചു കേൾപ്പിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം വായിച്ചിട്ട് അതിലൊരു വാക്യം എടുത്തിട്ട് പറയുകയാണ്, പുറമേ ഉള്ളതൊന്നും അല്ല അവനെ അശുദ്ധമാക്കുന്നതെന്നാണ് പറയുന്നത്. നോക്കണം, യഹൂദന്മാരുടെ ചില സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളെയാണ് കർത്താവ് അവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അവർ ബാഹ്യ ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു, ആന്തരിക ശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ആഴമേറിയ വെളിപ്പാടുകളൊന്നും അവിടെ അവർക്ക് ലഭിക്കുന്നില്ല. യേശുക്രിസ്തുവിലൂടെയാണ് ആ വെളിപ്പാടുകൾ വരുന്നത്. പിന്നത്തിൽ സഭ ആരംഭിക്കുന്നു. സഭ ആരംഭിച്ചതിന് ശേഷം അവൻ്റെ അപ്പോസ്തലന്മാരിലൂടെയാണ് ആഴമേറിയ വെളിപ്പാടുകൾ വെളിപ്പെട്ടു വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ തുടങ്ങി വെക്കുകയാണ്, ഈ സുവിശേഷങ്ങളിലൂടെ കർത്താവ് തുടങ്ങി വെക്കുകയാണ്. പരീശന്മാരോടും സദൂക്യരോടും അവിടുത്തെ പ്രമാണിമാരോടും പുരോഹിതന്മാരോടും ഒക്കെ പറഞ്ഞു വെക്കുകയാണ്, നിങ്ങൾ ബാഹ്യശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ബാഹ്യശുദ്ധീകരണത്തെക്കുറിച്ച് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതാണ്, പ്രമാണത്തിലുള്ള കാര്യമാണത് അല്ലേ? പ്രമാണത്തിലുള്ള കാര്യമല്ലേ? ദൈവസന്നിധിയിൽ യാഗാർപ്പണത്തിനും ധൂപാർപ്പണത്തിനും വരുന്ന ഒരു പുരോഹിതൻ അവൻ്റെ കൈയും കാലും കഴുകണമെന്നുള്ളത് വചനത്തിലുള്ളതാണ്. കൈയും കാലും കഴുകണമെന്നുള്ളത് അത് തലമുറയായിട്ട് പാലിക്കണമെന്നുള്ളത് വചനത്തിലുള്ളതാണ്. അതിനൊക്കെ ഇച്ചിരി പൊടിപ്പും തൊങ്ങലും ഒക്കെ കൊടുത്ത് ഇച്ചിരി ഭേദഗതിയൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ് അവിടെ. ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ ഈ ബാഹ്യ ശുദ്ധീകരണത്തെക്കാളും ദൈവം ഗൗനിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആന്തരിക ശുദ്ധീകരണത്തിനാണ്. ആന്തരിക ശുദ്ധീകരണത്തിനാണ് ഗൗരവം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ പരീശന്മാരെയും ശാസ്ത്രികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് അവിടെ പരിശ്രമിച്ചത്. ആ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് എങ്ങനെ കൂട്ടിമുട്ടിക്കുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ പറയുന്ന കാര്യം എന്താ? ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നു, അവൻ സ്നാനപ്പെടുന്നു, സ്നാനത്തോടുള്ള ബന്ധത്തിൽ അവൻ സമർപ്പിത ജീവിതത്തിലേക്ക് വരുന്നു, അവൻ്റെ ശരീരത്തെ അത്യുന്നതനായ ദൈവത്തിൻ്റെ നിവാസം എന്ന നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊരു യാഗമായിട്ടാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. യാഗത്തിന് ചില തത്വങ്ങളും പ്രമാണങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ശരീരം സമർപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്, അത് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അപ്പോൾ അതിനെ ഖണ്ഡിക്കാനാണ് മർക്കോസ് 7 വരുന്നത്. മർക്കോസ് 7 പറയുന്ന കാര്യങ്ങൾ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലാതെ ശരീരം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. നമ്മൾ ശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങളല്ല ഈ 2-3 ആഴ്ച പ്രസംഗിച്ചത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരുവൻ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്തപടി അവൻ സ്നാനത്തിലേക്ക് ഇറങ്ങണം. ആ സ്നാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തെ സമർപ്പിക്കേണ്ടതുണ്ട്. എന്തിനാ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ,
ബലവത്തായ ഒരു അടിത്തറ ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബലവത്തായ ഒരു അടിത്തറ. ഈ പറയപ്പെട്ട മെസ്സേജുകൾ, അതായത് കഴിഞ്ഞ 2-2.5 മാസമായിട്ട് നമ്മൾ പറയുന്ന മെസ്സേജുകളിലെല്ലാം ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കേട്ട പലരും എന്നോട് പറഞ്ഞത് തങ്ങളുടെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടിരുന്നില്ലെന്ന്. അങ്ങനെ അധികം ഒന്നും കേൾക്കാതെയാണ് സ്നാനപ്പെട്ടത്. അപ്പോൾ ഇത് കേട്ട് വന്നപ്പോൾ ഉണ്ടായൊരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കേട്ട് വന്നപ്പോൾ മാനസാന്തരത്തിലേക്ക് വരിക ഇപ്പോൾ എന്ന്. അപ്പോൾ പണ്ടോ അന്ന് സ്നാനപ്പെടുക ചെയ്തതെന്ന്, മാനസാന്തരപ്പെടാനായിട്ടൊരു അവസരം ഒന്നും വന്നില്ല. കാരണം അങ്ങനെ ഒരു മെസ്സേജ് മുമ്പിൽ വന്നില്ലെന്നേ. നല്ലൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു പാസ്റ്ററുടെ അടുക്കൽ, എനിക്ക് ഈ പെന്തിക്കോസിൽ ചേരണം, എനിക്കും ഈ കർത്താവിനെ സേവിച്ച് മുന്നോട്ട് പോകണം. അവർക്ക് പാപബോധം വന്നില്ല, അവരെ രക്ഷ ആസ്വദിച്ചില്ല, രക്ഷ അനുഭവിച്ചില്ല. ആ രക്ഷയിലേക്ക് കടന്നു വരുന്ന വ്യക്തിയല്ലേ തനിക്കും സ്നാനപ്പെടണം എന്നുള്ള കാര്യം ആ ശുശ്രൂഷകനെ അറിയിക്കുന്നത്. ആ ശുശ്രൂഷകൻ അവരെ പഠിപ്പിക്കാം. അവരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ സ്നാനത്തിൻ്റെ അനിവാര്യത, അതിൻ്റെ ഗൗരവം, അതിൻ്റെ ടീച്ചിങ് ഇങ്ങനെയാണ് പോകുന്നതെന്ന് പറയാം. സ്നാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ക്രൂശ് പറയേണ്ടി വരില്ലേ? ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അവരുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടി വരില്ലേ? അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണേ മാനസാന്തര അനുഭവത്തിലേക്ക് വരാൻ കഴിയും. ഇത് ഒന്നും പറയാതെയാണ് പല ആൾക്കാരും, എല്ലാവരുടെയും കാര്യം അല്ല കേട്ടോ, പലരെയും കൊണ്ടുപോയി സ്നാനപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ട ആൾക്കാരാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ വൻ മാറ്റം, വൻ പരിവർത്തനങ്ങൾ. എന്നുവെച്ചാൽ അങ്ങനെ ഇതൊക്കെ കേട്ട ആളുകളാണ് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ സന്തോഷം. വചനത്തിൻ്റെ ആഴങ്ങൾ കേട്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. മർക്കോസ് 7 ഇതുമായിട്ട് കൂട്ടി വയ്ക്കാൻ പറ്റില്ലെന്നേ. നമ്മളിപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ എന്താ വായിച്ചത്? നമ്മൾ പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാണെന്നാണ് വായിച്ചത്. ആത്മീക യാഗം കഴിക്കാൻ വിളിക്കപ്പെട്ട പുരോഹിതന്മാരാണ് നമ്മൾ. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗാർപ്പണവും ധൂപാർപ്പണവും നടത്താൻ വിളിക്കപ്പെട്ടവരല്ലേ? അപ്പോൾ നമ്മോടുള്ള ബന്ധത്തിൽ അകത്തും പുറത്തും ഒക്കെ ആ നിലയിലായിരിക്കണം, സമർപ്പിതരായിരിക്കണം. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കണം നമ്മൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറയണമെന്ന് ഓർത്തൊരു കാര്യമാണ്. സമയം പോയതുകൊണ്ട് ഞാനങ്ങ് പിന്നെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതായത് ഈ അടുത്ത സമയത്ത് ചില പ്രിയപ്പെട്ടവരിൽ നിന്ന് കേട്ടതാണ്. നമ്മളീ പറയപ്പെട്ട ഉദ്ദേശി, ഈ ഭദ്രതാവാദത്തിൻ്റെ അപ്പോസ്തലൻ, അദ്ദേഹം ഈ ആഭരണധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് കണക്കറ്റ് കളിയാക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ കളിയാക്കിയും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു കാര്യമാണ്. ആ കാര്യം നിങ്ങളെയും ഞാനും ഒന്ന് അറിയിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല, ഈ ആഭരണ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവരുടെ ബന്ധുക്കളായ യാക്കോബായ പശ്ചാത്തലത്തിലൊക്കെ ഉള്ള ആളുകൾ, യാക്കോബായോ ഓർത്തഡോക്സോ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം. എന്താ താങ്കളുടെ ഭാര്യ ഇങ്ങനെ ഈ കാതുമില്ല കഴുത്തുമില്ല ഒന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് തന്നെ ഞങ്ങൾക്കൊരു വല്ലായ്മ തോന്നുന്നു. ഞങ്ങൾ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച് തരട്ടെ, അതാ പുള്ളിക്കാരി ഒന്ന് ഇടിയിപ്പിക്കേ, 4 ആളുടെ മുമ്പിലൂടെ എന്നിട്ട് നടത്തിക്കൊണ്ട് പോ എന്നൊക്കെ അവർ സങ്കടപൂർവ്വം ഇദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹം കുടുകുടാ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല, മേടിച്ചു തന്നോ, നമ്മളതൊക്കെ ഇടാം. ഇങ്ങനെ ഇട്ട് മുന്നോട്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും നമ്മളോട് വന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് സാമ്പത്തികമായി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, പണത്തിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് താങ്കളുടെ ഭാര്യയുടെ ഈ കാതിലും കഴുത്തിലും കിടക്കുന്ന സാധനമൊക്കെ ഒന്ന് ഊരിത്തരാമോ, ഞങ്ങളത് മുത്തൂറ്റിൽ പണയം വെച്ച് അതിൻ്റെ കാശ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഊരിക്കൊടുക്കും. പിന്നെ മേടിച്ച് തന്നിട്ട് എന്നാ പ്രയോജനം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പണത്തിന് ആവശ്യമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കാതിലും കഴുത്തിലും ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ആളുകൾ പണയം വെക്കാൻ ചോദിക്കും, ആളുകൾ അത് വിറ്റ് കാശാക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ അത് ഇടുന്നതിൽ അർത്ഥമില്ല, അതുകൊണ്ടാണ് ഇടാത്തതെന്നാണ് പറയുന്നത്. അല്ലാതെ അതിനോട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അത് മേടിച്ച് ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസികളാകട്ടെ, അയൽവാസികളാകട്ടെ, മറ്റുള്ളവരാകട്ടെ, അവരൊക്കെ പണയം വയ്ക്കാൻ ചോദിക്കും. അല്ലേ, അവരത് വിറ്റിട്ട് അതിൻ്റെ ചില്ലറ എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ പൊല്ലാപ്പിനൊന്നും പോകേണ്ട ആവശ്യമില്ല. ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളത് പിന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അതിലെ ഒരു ജോക്ക് ഞാൻ പറയാം, ഒരു ജോക്ക്. ചിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചിരിച്ചോ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കുമെന്നാണല്ലോ പറഞ്ഞത്. ഉടനെ കാശിന് ആവശ്യമുള്ള ആൾക്കാർ ചോദിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭാര്യ മാലയും കമ്മലും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നാലാണോ ആൾക്കാർ ചോദിക്കുള്ളൂ? ഇദ്ദേഹം 30-35 ലക്ഷം രൂപയുടെ കാറിലാണ് നടക്കുന്നത്. അങ്ങനെ ആ 35 ലക്ഷം രൂപയുടെ കാറിൽ പോകുമ്പോൾ, ഇന്നോവയുടെ ഏറ്റവും കൂടിയ സൈസ് കാറിന് 10-30 ലക്ഷം രൂപ ഉണ്ടെന്ന് എൻ്റെ ഒരു അറിവ്. ഇനി അതിൽ കുറവാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ.
അപ്പോൾ ഒരാൾ കാറിന് കൈ അടിച്ച് നിർത്തിയിട്ട് പറയാണ്, ഞാൻ ഒരു 2 ലക്ഷം രൂപയ്ക്ക് ആവശ്യത്തിലിരിക്കുകയാണ്, ഇതിൻ്റെ RC ബുക്ക് പണയം വെച്ചിട്ട് ഒരു 2 ലക്ഷം രൂപ എനിക്ക് എടുത്തു തരൂ, ഞാൻ എൻ്റെ പെണ്ണിനെ നഴ്സിംഗ് പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി RC ബുക്ക് പണയം വയ്ക്കാൻ കൊടുക്കുമോ? ഭാര്യയുടെ മാലയും കമ്മലും ഊരുന്ന കാര്യമാണ് പുള്ളി പറഞ്ഞത്. പെന്തക്കോസ്തുകാരെ എങ്ങനെ അപമാനിക്കാവോ കളിയാക്കാവോ എന്നുള്ളതിന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഈ പുള്ളികളൊക്കെ. എന്നിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളാണിതെല്ലാം. സാത്താൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളും ഉദാഹരണങ്ങളുമാണ് അല്ലേ, ഭയങ്കര ഉദാഹരണമല്ലേ. ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി, അന്താരാഷ്ട്ര ഉദാഹരണമാണല്ലോ ഒന്ന്. പുള്ളിയുടെ ഭാര്യ മാലയും കമ്മലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ പലിശയ്ക്ക് ചോദിക്കും, അല്ലല്ലോ, ഉടനെ ആൾക്കാർ പണയം വയ്ക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ വിൽക്കാൻ ചോദിക്കും, പിന്നെ ഇത് ഇട്ടിട്ട് ഇനി എന്നാ കാര്യം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതേ ആൾക്കാർ തന്നെ എന്തുകൊണ്ട് പുള്ളിയുടെ കാറിന് കൈ കാണിക്കുന്നില്ലെന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഒരു മാലയും കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2-3 ലക്ഷം രൂപയല്ലേ ഏറ്റവും കൂടിയേ വരുള്ളൂ, അതിക്കുള്ള വിലയുണ്ടോ ആർക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ സാധനത്തിന് ഇത്രയും വിലയില്ലേ? അപ്പോൾ കൈ അടിച്ചിട്ട് അവർ പറയാണ് നമുക്കിത് വിൽക്കാം, പാസ്റ്റർക്ക് ഇത്രയും 30 ലക്ഷത്തിൻ്റെ ആവശ്യമില്ലല്ലോ, വിറ്റിട്ടൊരു 5 ലക്ഷം രൂപ ഞാനെടുക്കാം, ബാക്കി 25 ലക്ഷം രൂപ പാസ്റ്റർ കൊണ്ടോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവവൈതൽ എന്നുള്ള നിലയിൽ തടുക്കാൻ പറ്റില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. പുള്ളിയുടെ ഭാര്യയുടെ മാലയും കമ്മലും ഒക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, തടുക്കാൻ പറ്റില്ല. കാശിന് ആവശ്യമുള്ളവരാ ചോദിക്കുന്നത്, നമ്മൾ ഊരി കൊടുത്തിരിക്കും, പിന്നെ നിങ്ങൾ മേടിച്ച് തന്നിട്ട് എന്താണ് കാര്യം? അപ്പോൾ അതുപോലെ തന്നെ ജെനുവിനായിട്ട് കാശിന് ആവശ്യമുള്ള ഒരാളെ ഞാൻ അവതരിപ്പിക്കുക. 5 ലക്ഷം രൂപയ്ക്ക് ആവശ്യമുണ്ട്, മോളെ നഴ്സിംഗ് പഠിപ്പിക്കണം, കാശില്ല. അപ്പോൾ നമുക്ക് കാറിൻ്റെ RC ബുക്ക് പണയം വയ്ക്കാം, പണയം വെച്ച് 5 ലക്ഷം രൂപ എടുക്കാം, അല്ലെങ്കിൽ കാറ് വിൽക്കാം, കാശിന് ആവശ്യമുണ്ടല്ലോ, വിറ്റിട്ട് 25 ലക്ഷം താങ്കൾ എടുക്കുക, 5 ലക്ഷം ഞാൻ എടുക്കാം എന്ന് അയാൾ പറയുകയാണെങ്കിൽ സ്നേഹനിധിയായ കൃപാനിധിയായ മനസ്സലിവുള്ള ഈ ഉപദേശിക്ക് പറ്റില്ല ബ്രദറെ എന്ന് പറയാൻ പറ്റുമോ? മാലയും കമ്മലും ഊരാനായിട്ട് എപ്പോഴേ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ കാറും വിൽക്കാനായിട്ട് പുള്ളി തയ്യാറാവില്ലേ? തയ്യാറാകില്ല. അതാണ് അതിൻ്റെ സത്യം. തയ്യാറാകുമോ? തയ്യാറാകുമോ ഷാജൻ പാസ്റ്ററെ? കാറ് വിൽക്കുമോ? 5 ലക്ഷം രൂപ ആ സഹോദരന് കൊടുത്തു, 25 ലക്ഷം രൂപയും കൊണ്ട് പോയിട്ട് പുള്ളി വേറൊരു കാറ് മേടിക്കുന്നു, നടക്കുമോ? നോക്കണം. ഞാൻ സങ്കടപൂർവ്വം പറയുന്നൊരു കാര്യമാണ്, ഈ കാലഘട്ടത്തിൽ ഞാൻ ഒത്തിരി പ്രസിദ്ധരായ പാസ്റ്റർമാരെ കുറിച്ച് അറിയുന്നു, മനസ്സിലാക്കുന്നു, ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കി വരുമ്പോൾ ഇവരിൽ പലരും പരിഹാസികളാണ്. ശരിക്കും ഒരു സമൂഹത്തെ പരിഹസിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഈ വാദഗതിയൊക്കെ ആയിട്ട് വരുന്നത് അല്ലേ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഇതൊക്കെ ഉപയോഗിക്കുന്ന സഹോദരന്മാരുമായിട്ടാണ്. അവരൊക്കെ ആയിട്ട് നല്ല സ്നേഹബന്ധമാണ്, അവരൊക്കെ എന്നോട് വളരെ ബഹുമാനത്തോടും മര്യാദയോടും കൂടി ഇടപെടുന്നു, ഞാനും അതുപോലെ അവരോടൊക്കെ പെരുമാറുന്നു. ഈ കാര്യമൊക്കെ പറഞ്ഞ് ആരെയും കുത്താനും നീട്ടാനും പരിഹസിക്കാനും പോകാറില്ല, ഒരിക്കലും അങ്ങനെയുള്ള കാര്യത്തിന് പോകാറില്ല. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാത്ത ആളുകളോടുള്ള ബന്ധത്തിൽ അവരെ പരിഹസിക്കാൻ ഇവരൊക്കെ എന്തിനാണ് ശ്രമിക്കുന്നത്? പിന്നെ വേറൊരു വശവും കൂടെയുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാത്ത ഒത്തിരി പേരുടെ ജീവിതം ഇല്ലായ്മയുടെ വിഷയമുണ്ട്. അവർ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷേ സ്വഭാവത്തിൽ വേറെ ഒത്തിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ. ഇത് വെച്ചിട്ട് അവരെ അപമാനിക്കാനും കളിയാക്കാനൊക്കെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അവരെ അപമാനിക്കാൻ പോകുമ്പോൾ ഭക്തിക്കൊത്ത് ജീവിക്കുന്ന സമർപ്പിത ജീവിതത്തിലേക്ക് വന്ന വേറെ ആളുകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാകില്ലേ? അപ്പോൾ ശരിയായ ഒരു ശുശ്രൂഷകൻ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ ഇടവരില്ല. നോക്കണം, ഞാൻ ഈ വിശ്വാസ വഴിയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് മുൻപോട്ട് വന്നത് എൻ്റെ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞിട്ടല്ല, ഒരിക്കലും ഒരു വാക്ക് എന്നോട് അവർ പറഞ്ഞിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് കൃത്യമായി ഒരു ബോധ്യം ലഭിച്ചതുകൊണ്ടാണ്. പെന്തക്കോസ്ത് സമൂഹത്തിലെ ആളുകളൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് കരുതി ഞാൻ ഉപയോഗിക്കാതിരിക്കുന്ന ആളൊന്നുമല്ല. അതൊന്നും എന്നെ ബാധിക്കില്ല, ഞാൻ ഉപയോഗിക്കും. പക്ഷേ എനിക്ക് കൃത്യമായി ബോധ്യം ലഭിച്ചു, ഇതൊന്നും അല്ല ഗൗരവം. എൻ്റെ മുമ്പിൽ അതിലും വലിയ ഗൗരവമായ ആത്മീയ വിഷയങ്ങൾ നിൽപ്പുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിട്ടേ ഉള്ളൂ. ഞാൻ ആത്മാവിൽ നിറയപ്പെടേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലെ ഒന്നാമത്തെ വിഷയമായിട്ട് വെച്ചിരുന്ന കാര്യം അതാണ്. എനിക്ക് ആത്മാവിൽ നിറയണം. ആ ആത്മനിറവാണ് എനിക്ക് ഗൗരവം. മാലയും കമ്മലും മോതിരമൊന്നുമല്ല. അതിനൊന്നും ഞാനതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അത് 2 പവനും കൂടെ കൂടുതൽ മേടിക്കണമെന്നുള്ള കാര്യം ആലോചിക്കുന്ന പോലുമില്ല. അടുത്ത അക്ഷയ തൃതീയ ദിനത്തിൽ ഈ ബാംഗ്ലൂരിലൊക്കെ ഉള്ള പെന്തിക്കോസുകാർ ഭീമ ജുവലറിയുടെ മുമ്പിൽ 1 ഗ്രാമിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയൊക്കെ ചെയ്യും അവിടെ ആൾക്കാർ. അന്ന് ഇതൊരു 100 ഗ്രാമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു ഐശ്വര്യമാണ്, ഭഗവാൻ അനുഗ്രഹിക്കും പെന്തിക്കോസുകാരെ. അതിന് വേണ്ടിയിട്ട് ആളുകൾ ഒരു 100 ഗ്രാമൊക്കെ അന്ന് മേടിക്കും.
അന്ന് മേടിക്കും. അപ്പം ഞാൻ ഇതൊന്നുമായിട്ട് ബന്ധമില്ലാതെ ഒഴിഞ്ഞു പോയൊരു മനുഷ്യനാണ്. ഇതൊന്നുമായിട്ട് ബന്ധമില്ലാതെ അതിലേക്ക് എന്നെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അതേ പരിശുദ്ധാത്മാവ് തന്നെ ഇങ്ങനെ സമർപ്പണത്തിൽ ജീവിക്കുന്ന അനേകായിരം മനുഷ്യരെ കളിയാക്കാനായിട്ടൊരു പുള്ളിക്ക് ലൈസൻസ് കൊടുക്കുമോ? ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന എന്താ, ഞാൻ ഇന്ന് ഏതാണ്ട് അതൊരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ രക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് റോമാലേഖനത്തിൽ വന്ന്. അടുത്ത ദിവസങ്ങളിൽ അതിലേക്ക് പോവാം. ഈ ഇത്രയും ആഴ്ചകളിലൂടെ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങൾ ഇവരുടെ വാദഗതികളൊന്നും നിലനിൽക്കുന്ന വാദഗതികളല്ല. അതിനെയൊക്കെ ഒരളവിൽ നമ്മൾ ഖണ്ഡിച്ചു കളഞ്ഞു. ഇപ്പോൾ റീസെൻ്റായിട്ട് പൊങ്ങി വന്നൊരു കാര്യമാണ് മർക്കോസ് 7-ാം അധ്യായം. അത് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് യഹൂദന്മാരെ ടീച്ച് ചെയ്ത കാര്യമാണ്. അത് ശരീരത്തിൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല അവിടെ പറയുന്നത്. അത് പറയുന്ന റോമാലേഖനത്തിലേക്ക് വരുമ്പോഴാണ്. അതേസമയം അങ്ങനെ ആ സമർപ്പണത്തിലേക്ക് വന്ന് നമ്മൾ ഒരു പുതിയ നിയമ പുരോഹിതൻ എന്ന നിലയിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുന്നു, യാഗം കഴിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മളെന്ന്. യാഗം കഴിക്കാൻ വിളിക്കപ്പെട്ടവരായ നാം നമ്മുടെ ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും സൂക്ഷിക്കണം. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും, അതായത് നമ്മുടെ സാക്ഷ്യ ജീവിതം എന്ന് ചുരുക്കി പറയാം, അത് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മെ കാണുന്ന ആളുകൾ നമ്മുടെ അലങ്കാരങ്ങളല്ല അവർ കാണേണ്ടത്. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മിലൂടെ അവർ ക്രിസ്തുവിനെ വായിച്ചെടുക്കണം. അല്ലേ? നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളല്ലേ? ആ നിലയിലാണ് ചിന്തിക്കേണ്ടത്. ഒന്ന് രണ്ട് കാര്യം ഓടിച്ചു പറയാനുള്ളത്, അതായത് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞ ആളാണ്. ഇവിടെ ഈ മലയാളി പെന്തിക്കോസ്തിൻ്റെ ഇടയിൽ വെളിപ്പാടുകളൊക്കെ കൊടുത്ത് ദൈവം ഈ മനുഷ്യരെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുവന്നു. അപ്പം മലയാളി പെന്തിക്കോസ്തിന് മാത്രം ലഭിച്ച വെളിപ്പാടെന്ന് ചിന്തിക്കണ്ട. അതിൻ്റെ ആരംഭകാലം മുതൽ ഈ സമൂഹത്തെ നയിക്കാനായിട്ട് കടന്നു വന്ന വിദേശികളായ മിഷണറിമാരുണ്ട്. അതിൽ പ്രധാനിയാണ് റോബർട്ട് എഫ് കുക്ക് എന്ന് പറയുന്ന കുക്ക് സാഹിബ്. അപ്പോൾ ആ കുക്ക് സാഹിബൊക്കെ ഉള്ള കാലത്തല്ലേ ഇവിടെ ഈ പെന്തിക്കോസ്ത് മുന്നോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്ന ആളുകൾ ഈ ഒരു സമർപ്പിത അനുഭവത്തിലേക്ക് വന്ന് ബാഹ്യാലങ്കാരങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ മുൻപോട്ട് വന്നപ്പോൾ ഈ കുക്കു സാഹിബ് എന്ന് പറയുന്ന സായിപ്പാന്ന് ഓർക്കണം, മദാമയും കൂടെയുണ്ട്. അപ്പോൾ സായിപ്പും മദാമയും അവർക്ക് ഇവരെ തിരുത്താൻ മേലെ, മിസ്റ്റർ മലയാളി നിങ്ങളിങ്ങനെ ചെയ്യരുതൊരിക്കലും. ഞങ്ങൾ അമേരിക്കൻസ് ആകട്ടെ യൂറോപ്യൻസ് ആകട്ടെ ഞങ്ങളാരും ഇങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. ഞങ്ങൾ വഴിയാണല്ലോ ഇവിടെ സുവിശേഷം വന്നത്. ഞങ്ങൾക്കൊന്നും അറിയാൻ മേലാത്ത കാര്യങ്ങളാണോ നിങ്ങൾ പൊക്കി പിടിച്ചോണ്ട് വരുന്നത്? ഞങ്ങളുടെ നാട്ടിലൊന്നും ഒരു മനുഷ്യരിങ്ങനെയല്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത് കൂരിപ്പറിച്ച് കളയുന്നത് എന്ന് എന്തുകൊണ്ട് ഈ കുക്കു സാഹിബ് പറഞ്ഞു കൊടുത്തില്ല? അങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നോ? ഏതെങ്കിലും ഒരു കാലത്ത് മുൻപോട്ട് വരുമ്പോൾ അവർക്ക് തിരുത്താൻ മേലെ വേണമെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ്. അപ്പോൾ മലയാളക്കരയിൽ തുടക്ക കാലഘട്ടം മുതൽ ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിലാണ് അവർ മുൻപോട്ട് പോയത്. ഞാൻ ആധുനിക കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് രണ്ട് കാര്യം കൂടെ ഓടിച്ചു പറയാം. അതായത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഈ മലയാളി പെന്തിക്കോസ്തിൻ്റെ ആത്മാർത്ഥതയെ ഞാൻ ചെറുതായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അതെന്താണ് അങ്ങനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞത്? അതായത് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ സഭ ഭൂതലത്തിലെമ്പാടും ഒരേ ഉപദേശത്തിൽ പോകുന്നതാണ്. ഒരേ ഉപദേശത്തിൽ. എന്താ അതിൻ്റെ ഉപദേശം? യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ വിശ്വാസത്താൽ കരസ്ഥമാക്കുക. അത് ഏത് വൻകരയിലും ഒരുപോലെയാണ്. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് വരുന്നവർ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങണമെന്നുള്ളത് എല്ലാ വൻകരയിലും ഒരുപോലെയാണ്. അവരുടെ മേൽ ആത്മാവിനെ പകരുമെന്നും അവർ ആത്മാവിൽ നിറയപ്പെടണമെന്നും ഒക്കെയുള്ള കാര്യം, ആത്മസ്നാനം പ്രാപിക്കണമെന്നുള്ള കാര്യം എല്ലാ വൻകരയിലും ഒരുപോലെ തന്നെയാണ്. മാറ്റങ്ങളൊന്നുമില്ലല്ലോ, ഒരു മാറ്റങ്ങളുമില്ല. അപ്പോൾ മലയാളി പെന്തിക്കോസ്തിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മലയാളക്കരയിലെ ശുശ്രൂഷകന്മാരും അവരുടെ ഭാര്യമാരും, വിശേഷിച്ച് മലയാളക്കരയിലുള്ള ഏതാണ്ട് ഞാൻ പറയുന്നത് ഇവിടുത്തെ ക്ലാസിക്കൽ പെന്തിക്കോസ് സമൂഹത്തെക്കുറിച്ചാണ് കേട്ടോ, ന്യൂ ജനറേഷൻ്റെ കാര്യമൊന്നുമല്ല. അവരിൽ ബഹുഭൂരിപക്ഷം പേര് ഈ ഓർണമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കുന്നവരല്ല. ഇപ്പോൾ അവരുടെ ഇടയിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, സഹോദരി എന്തുകൊണ്ടാണ് ഇതൊന്നും ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു കാണിക്കും. അത്രയേ ഉള്ളൂ. രണ്ടക്ഷരം പറയാൻ അറിയാവുന്ന ആളുകളെ നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രമകരമായിരിക്കും. എന്തുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ, അവിടുത്തെ പട്ടി കുരച്ചു, തൊട്ടിപ്പുറത്തെ പട്ടിയും കുരച്ചു, ഞാനും കുരച്ചു എന്നുള്ളതല്ലാതെ എന്തിനു കുരച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താങ്കൾ എന്തിനു കുരച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പട്ടി കുരച്ചു, ഞാനും കുരച്ചു. ആ പട്ടി എന്തോ കണ്ടിട്ടാ കുരച്ചത്, താങ്കളോ എന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല, ഉത്തരവൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ്. വേണമെങ്കിൽ നമുക്കൊരു ടൂറ് തന്നെ നടത്താം. പാറശാല മുതൽ നമുക്ക് അങ്ങ് തലപ്പാടി വരെ സഞ്ചരിക്കാം. എന്നിട്ട് ഈ പെന്തക്കോസ്ത് സമൂഹത്തിലെല്ലാം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും കാര്യമായ ഉത്തരങ്ങളുണ്ടാകില്ല. പറയാൻ അറിയാവുന്നവരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല.
ഞാൻ ശുശ്രൂഷകരുടെ കാര്യമല്ല പറഞ്ഞത്, വിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ഗൗരവമായ ടീച്ചിങ്ങോ കാര്യങ്ങളോ ഈ വിഷയത്തിൽ പലരുടെയും മുമ്പിൽ ഇല്ല. അതുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്. നോക്കണം, കേരളത്തിൻ്റെ അതിർത്തിയായ വാളയാർ വരെ മലയാളി പെന്തിക്കോസിന് ഒരു ഉപദേശമാണ്. വാളയാർ അങ്ങ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപദേശം മാറും. വാളയാർ മുതൽ അങ്ങ് ശ്രീനഗറിലെ ലഡാക്ക് വരെ പിന്നെ വേറൊരു ഉപദേശമാണ്. അതെന്താ അങ്ങനെ ഒരു ഉപദേശം? 2 സ്വർഗമുണ്ടോ? 2 പുതിയ യെരൂശലേമുണ്ടോ? 2 പുതിയ ഭൂമിയുണ്ടോ? മലയാളക്കരയിലുള്ള പെന്തിക്കോസുകാരെല്ലാം ഇത് ഉപയോഗിക്കാൻ പാടില്ല. പാസ്റ്റർമാരും ഭാര്യമാരും ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഇത് ഉപയോഗിക്കാം. സഹോദരങ്ങളെ, ഞാൻ വേഗം അവസാനിപ്പിക്കാം. മലയാളി പെന്തിക്കോസിൻ്റെ ഇരട്ടത്താപ്പും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഇപ്പം നിർത്താം. നിങ്ങൾ പോകരുത്, ഒന്ന് കേട്ടിരിക്കുക. പെട്ടെന്ന് നിർത്തിയേക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ട ഈ പിക്ചറിൽ മലബാർ സൈഡിലുള്ള പെന്തിക്കോസിൻ്റെ ഒരു പ്രമുഖ ലീഡറാണ്. അദ്ദേഹം കേരളത്തിലൊന്നും ഈ ആഭരണമൊന്നും ഇട്ടിട്ടല്ലേ കല്യാണം നടത്തുന്നത്. പക്ഷെ കേരളത്തിന് വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ ഈ റിങ്ങൊക്കെ ഇടും. ഇന്ത്യക്ക് വെളിയിൽ പോയാലും അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേറൊരു അന്തരീക്ഷമായിട്ട് മാറും. അപ്പോൾ കേരളത്തിലെ പരിശുദ്ധാത്മാവ് വേറെയാണോ, ഇന്ത്യയിലെ പരിശുദ്ധാത്മാവ് വേറെയാണോ, ഇന്ത്യക്ക് വെളിയിൽ വേറെ പരിശുദ്ധാത്മാവാണോ? ഞാനിത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇതെന്താ ഇവർക്കൊക്കെ ഇങ്ങനെ പലതരം ഉപദേശങ്ങൾ എന്നുള്ളത്? കേരളത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇവിടുത്തെ IPC ഞാൻ തുറന്നങ്ങ് പറയാ കേട്ടോ, ഇവിടുത്തെ IPC, AG, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, വേറെ കുറേ പേരൊക്കെ ഉള്ളതുണ്ടല്ലോ. ഈ കൂട്ടരെല്ലാം കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വലിയ സ്ട്രിക്റ്റാണ്. പിന്നെ ചില കൂട്ടങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ കേരളത്തിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ യാതൊരു സ്ട്രിക്ട്നെസ്സും ഇല്ല, എങ്ങനെ വേണേലും ആകാം. ഇപ്പോൾ കേരളത്തിലെ ഒരു പെന്തിക്കോസ് സഹോദരി വലിയൊരു പൊട്ട് തൊട്ടിട്ട് വന്ന പാസ്റ്ററുടെ കണ്ണ് വലിയ ബൾബ് പോലെ കത്തി വരും. എന്തായി വന്നിരിക്കുന്നതെന്ന് ചോദിക്കും. അതേസമയം കേരളത്തിന് വെളിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതിനുള്ള ന്യായീകരണം എന്താ സഹോദരങ്ങളെ? അവർ അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ അത്രയും കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. അവരെ സാവധാനം ഘട്ടം ഘട്ടമായിട്ടാണ് പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നു, 10,000 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ പഠിപ്പിച്ചെടുക്കാൻ പോകുന്നില്ല. എഴുതി വെച്ചോ. 100ന്റെ മുദ്രപത്രത്തിൽ എഴുതണമെങ്കിൽ വേണേൽ എഴുതാം. അത് ഇനി അതിൽ കൂടുതൽ എഴുതണമെങ്കിൽ അതിൽ കൂടുതൽ എഴുതാം. ഈ നൂറ്റാണ്ടിൽ നടക്കില്ല ആ കാര്യങ്ങൾ. ഇത് പിന്നെ എങ്ങനെ നടക്കും? ഈ നൂറ്റാണ്ടിൽ നടക്കില്ല ആ കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ആരും ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെയൊന്നും പറയുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ചെറിയ ഓർഗനൈസേഷൻസും ഉണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ കേരളത്തിലും കുമ്പനാടും വാളയാറിലും കളിയിക്കവിളയിലും, കളിയിക്കവിള കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാകട്ടോ, പിന്നെ അങ്ങ് തലപ്പാടി കഴിഞ്ഞാലും അല്ലെങ്കിൽ മാക്കൂട്ട ചുരം കയറുമ്പോഴും ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒരേ ഉദ്ദേശത്തിൽ പോകുന്ന കൂട്ടങ്ങളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലും ഒക്കെ ഒരേ ഉപദേശത്തിൽ പോകുന്ന കൊച്ചു കൂട്ടങ്ങളുണ്ട്. അതിപ്പോൾ വടക്കേ ഇന്ത്യയിലാകട്ടെ തെക്കേ ഇന്ത്യയിലാകട്ടെ എല്ലായിടത്തും ഒരു ഉപദേശമാണ്. അല്ലാതെ കുമ്പനാടൊരു ഉപദേശം, കൊല്ലങ്കോട് വേറൊരു ഉപദേശം, അങ്ങനെയൊന്നും ഇല്ലെന്നേ. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിയാത്തത്? അഭിഷേകത്തിൻ്റെ സ്കേഴ്സിറ്റിയാണ്. അതായത് അഭിഷേകത്തിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. അഭിഷേകത്തിൽ ജ്വലിച്ചു നിന്ന് വചനത്തിൻ്റെ നിശ്ചയത്തിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷകൻ ശ്രീനഗറിലാകട്ടെ കുമ്പനാടാകട്ടെ വാളയാറിലാകട്ടെ എല്ലായിടത്തും ഒരു ഉപദേശമായിരിക്കും. വൈറ്റ് ഹൗസിൽ ചെന്ന് ട്രംപിനോടും മെലാനിയോടും സുവിശേഷം പറഞ്ഞാൽ ഒരേ ഉപദേശമായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ കവാത്തൊന്നും മറക്കില്ല. എല്ലായിടത്തും ഒരേ ഉപദേശമാണ്. അവിടെ എല്ലാം ഉയർത്തുന്നത് ഒരേ ക്രൂശല്ലേ. ഈ പറഞ്ഞ ആളുകൾ വെളുത്തവനെയും കറുത്തവൻ്റെയും ചുവന്നവൻ്റെയും മുമ്പിലൊക്കെ കാണിക്കുന്ന ആരെയാ? ക്രൂശിതനായ ക്രിസ്തുവിനെയല്ലേ, തകർക്കപ്പെട്ട ക്രിസ്തുവിനെയല്ലേ കാണിക്കുന്നത് അല്ലേ? പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ തകർക്കപ്പെട്ട് കിടക്കുന്നത് ട്രംപും കാണും, ആഫ്രിക്കക്കാരനും കാണും, ശ്രീനഗറിലുള്ള അവിടെയുള്ള ആൾക്കാരും കാണും, എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും കാണും. പറയേണ്ടതുപോലെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകൾ വരില്ലെന്ന് പറഞ്ഞാലോ? വരണ്ട. ആര് പറഞ്ഞു വരണമെന്ന്? ശരിയായ സുവിശേഷം പറഞ്ഞിട്ട് പത്യോപദേശം പറഞ്ഞിട്ട് ആളുകൾ വന്നില്ലെങ്കിൽ വരണ്ടെന്ന് ആർക്കാ നീ നഷ്ടം? നമുക്കാണോ നഷ്ടം? കർത്താവിന് പോയി, അത്ര തന്നെ. കർത്താവ് പറയോ, നിങ്ങൾ ശ്രീനഗറിൽ ഉപദേശത്തിൽ വെള്ളം ചേർത്തോ, സുവിശേഷം ഡൈല്യൂട്ടായിട്ട് കൊടുത്താൽ മതി. മുളക്കുഴയിൽ അങ്ങനെ കൊടുക്കരുത്, അതെനിക്കിഷ്ടമല്ല. മുളക്കുഴയിൽ നിങ്ങൾ കറക്റ്റ് സുവിശേഷം കൊടുക്കണം. പൂഞ്ചിലും രജൗറിയിലും നിങ്ങൾ അങ്ങനെ കൊടുക്കരുത് ഒരിക്കലും. അവർക്ക് ഈ സുവിശേഷം സ്വീകരിക്കാൻ കഴിയില്ല. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പറഞ്ഞാൽ അവർ പേടിച്ചു പോകും.
അതുകൊണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ഒരു ക്രിസ്തുവിനെ പറഞ്ഞാൽ മതി. അങ്ങനെ പതിയെ അവരെ മയക്കി കൊണ്ടുവരിക. മയക്കി കൊണ്ടുവന്നിട്ട് ഒരു 5 കൊല്ലം 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരെ ശരിയാക്കി എടുക്കാം എന്ന് പരിശുദ്ധാത്മാവ് പറയുമോ? അങ്ങനെയാണോ നമ്മൾ പുസ്തകത്തിൽ കാണുന്നത്? പൗലോസിന്റെ 3-ാം മിഷൻ യാത്രയിൽ എഫെസോസിലേക്ക് കടന്നു വന്നു. എഫെസോസിനെ പ്രകമ്പനം കൊള്ളിച്ചു സുവിശേഷ പ്രസംഗം, അല്ലേ? തുറന്നോസിന്റെ പാഠശാലയിലേക്ക് കടന്നു വന്ന് വചനം ഘോഷിക്കുകയാണ്, ദൈവരാജ്യം ഘോഷിക്കുകയാണ്. അങ്ങനെ അവിടെ ഈ കാര്യങ്ങളൊക്കെ ഘോഷിച്ച് മുന്നോട്ട് വന്നപ്പോൾ മന്ത്രവാദികളാണ് മാനസാന്തരപ്പെട്ടു വന്നത്. അപ്പം മന്ത്രവാദികൾക്ക് വേദന ഉണ്ടാക്കണ്ട, അവരുടെ പുസ്തകങ്ങളൊക്കെ പിന്നെ നമുക്ക് ഒരു 10 വർഷം കഴിഞ്ഞ് കത്തിക്കാന്നൊന്നും പറഞ്ഞു വെക്കുകയല്ല ഇത്. അവർ തന്നെ തീക്കകത്ത് കൊണ്ടുവന്ന് ഇട്ടു. അവർ തന്നെ തീക്കകത്ത് കൊണ്ടുവന്ന് ഇട്ടു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവന്ന് ഇട്ടത്? അതാണ് അഭിഷേകത്തിന്റെ പവർ എന്ന് പറയുന്നത്. അതാണ് സമർപ്പിതരായ ശുശ്രൂഷകരിലൂടെ വെളിപ്പെടുന്ന അഭിഷേകം, അധികാരം എന്ന് പറയുന്നത്. അവിടെ പോയി ശുശ്രൂഷിച്ച പൗലോസ് ഭാര്യയ്ക്ക് തിരിച്ചു വരുമ്പോൾ ചുരിദാർ മേടിക്കണം. ഏത് കടയിലാണ്, എഫെസോസിലെ ഏത് കടയിലാണ് ലുലുമാളിൽ കയറണമെന്ന് ചോദിച്ച് ലുലുമാളിൽ കയറിയിട്ട് ചുരിദാർ മേടിക്കണമെന്ന് ചിന്തിച്ചല്ല പുള്ളി പോയത്. പുള്ളി ചുരിദാർ മേടിക്കാൻ പോയതല്ല, ആത്മാക്കളെ നേടാൻ പോയതാണ്, സഭകൾ സ്ഥാപിക്കാൻ പോയതാണ്. അതുകൊണ്ടാണ് പിന്നത്തേത് ഈ പുള്ളി പറഞ്ഞത്, സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്ക് എനിക്കുണ്ടെന്ന്. മോൾക്ക് നഴ്സിങ്ങിനുള്ള അഡ്മിഷന് വേണ്ടിയുള്ള ചിന്താഭാരത്തിന്റെ തിരക്കിൽ നടക്കുകയല്ല പാസ്റ്റർ. മോളെ നഴ്സിംഗ് പഠിപ്പിക്കണമെങ്കിൽ കർത്താവ് പഠിപ്പിച്ചോളൂ. പഠിപ്പിക്കേണ്ടതാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികൾ തുറന്നു വരും. വന്നില്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കും. അപ്പൊ അത് ദൈവഹിതമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാം ദൈവഹിതം നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, എല്ലാം ദൈവഹിതം നോക്കണ്ട. മന്ത്രവാദിയുടെ കിതാബ് അവന്റെ ഘട്ടത്തിലിരിക്കും, അത്രേ ഉള്ളൂ. അന്ന് മന്ത്രവാദി എന്തുകൊണ്ട് തീക്കകത്ത് ഇട്ടു? അന്ന് ഇട്ടെങ്കിൽ ഇന്നും ഇടില്ലേ? അന്നത്തെ പരിശുദ്ധാത്മാവ് തന്നെയല്ലേ ഇന്നും പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഉപദേശം പറയുന്നു? എന്തുകൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഈ ഉപദേശമൊക്കെ പറയുന്നു? അത് വടക്കേ ഇന്ത്യയിലോ നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ വേറെ ഏത് ഈസ്റ്റിലും എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? കേരളത്തിൽ പറയുന്ന ഈ കാര്യങ്ങളും ഉപദേശങ്ങളും എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ പറയാൻ കഴിയുന്നില്ല? ഇപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സമൂഹം, അതിൻ്റെ തലപ്പത്ത് അതിൻ്റെ സൂപ്രണ്ടൻ്റ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 6 മോതിര കിടക്കുന്നത്. ഈ വിരലിൽ 3 മോതിരം, ഈ വിരലിൽ 3 മോതിരം, പിന്നെ ഒരു വലിയ തുടലിവിടെ കിടപ്പുണ്ട്, പിന്നെ വലിയ വണ്ടിയൊക്കെ കെട്ടി വലിക്കാൻ പറ്റിയൊരു സാധനം കഴുത്തിലും കിടപ്പുണ്ട്. ഇതിലെ വലിയ തമാശ എന്താണെന്നറിയാവോ? ഇതൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. ചിന്തിച്ചാൽ അവർ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെ അണ്ടറിൽ, അദ്ദേഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അണ്ടറിൽ, അദ്ദേഹത്തിൻ്റെ അതോറിറ്റിയുടെ അണ്ടറിൽ. അവിടെ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഷാജൻ പാസ്റ്റർ അതിലൊരു ശുശ്രൂഷകനാണ്. ഷാജൻ പാസ്റ്ററും ഭാര്യയും കൂടെ ഒരു 2 പവൻ മേടിച്ച് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിക്കും. ഷാജ കിതാബ് താഴെ വെച്ചിട്ട് പൊക്കോളാൻ പറയും. മലയാളക്കരയിലേ ഇതിന് തമാശ എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? പണ്ട് കാലത്ത് ഞാൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുമ്പോൾ പാസ്റ്റർമാരുടെ പ്രസംഗത്തിൽ കേട്ടിട്ടുള്ളൊരു തമാശയുണ്ട്. തമാശ എന്തെന്ന് ചോദിച്ചാൽ, ഈ സിറിയൻ ഓർത്തഡോക്സ് സമൂഹങ്ങളിൽ അവരൊരു മെത്രാനെ വാഴിക്കണമെങ്കിൽ 12 അച്ഛന്മാർ വേണം, അല്ലേ? ഒരു മെത്രാനെ വാഴിക്കണമെങ്കിൽ 12 അച്ഛന്മാർ കൂടിയിട്ടാണ് ഒരു മെത്രാനെ വാഴിക്കുന്നത്. അങ്ങനെ പറ്റുമോ? 12 മെത്രാന്മാർ കൂടിയാൽ ഒരു അച്ഛനെ വാഴിക്കാൻ പറ്റില്ല. കേട്ടോണം, 12 മെത്രാന്മാർ കൂടിയ ഒരു അച്ഛനെ വാഴിക്കാൻ പറ്റില്ല. 12 അച്ഛന്മാർ കൂടിയാൽ ഒരു മെത്രാനെ വാഴിക്കാം. ഒരച്ഛനെ വാഴിക്കണമെന്നുണ്ടെങ്കിൽ 12 മെത്രാന്മാരുടെ ആവശ്യവുമില്ല. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര തമാശകൾ ഇതിനകത്തുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞ് പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മലയാളക്കരയിലെ ഒരു ശുശ്രൂഷകന് ഓർണമെന്റ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പുള്ളി 6 മോതിരം ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ, കളിയാക്കി പറഞ്ഞൊന്നും അല്ല. അതിലെ യുക്തിയില്ലായ്മ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ആകട്ടെ, അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഈ പെന്തിക്കോസ്ത് ആകട്ടെ, ഇതൊക്കെ യുക്തിരഹിതമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. വചനത്തിൽ നിന്ന് അകന്നുപോയി. അതിന് കാരണം ഈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോരുത്തരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുതുതായിട്ടൊക്കെ ശുശ്രൂഷയിലേക്ക് വരുന്ന ആളുകൾ ഇളകിപ്പോവുകയാണ്. ഇളകിപ്പോയിട്ട് അതൊക്കെ കേട്ടിട്ട് എന്നാൽ ശരി ആയേക്കാം. കഴിഞ്ഞൊരു മെസ്സേജ് ഞാൻ പറഞ്ഞു, 30 വർഷം ശുശ്രൂഷിച്ച ഒരു ശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ തട്ടാൻ്റെ അടുക്ക പോയി എല്ലാം തുളച്ച് പറിച്ച് ഒക്കെ തൂക്കിയിട്ടുകൊണ്ട് നടക്കുക എന്ന്. അവർ പറയുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ഈ സത്യം അറിഞ്ഞില്ല,
ഞങ്ങളുടെ 30 വർഷക്കാലം കളഞ്ഞു. ഞങ്ങൾ എത്ര തവണ ജോയി ആലുക്കാസി കയറി ഇറങ്ങേണ്ടതാ. അതൊന്നും കയറി ഇറങ്ങാതെ അതാത് സമയത്ത് പുതിയ പുതിയ ബ്രാൻഡുകൾ ഒന്നും ഞങ്ങൾ ആസ്വദിക്കാതെ ഞങ്ങളുടെ ജീവിതം ഹോമിച്ചു കളഞ്ഞു കഴിഞ്ഞ 30 വർഷക്കാലം. കൃപയാൽ ഞങ്ങളുടെ കണ്ണ് തുറന്നു. ഇപ്പം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അതാണ് അർത്ഥം. അപ്പോൾ ഇതിലെ തമാശയാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം. അതായത് ഈ ആഭരണം ധരിക്കുന്ന കാര്യത്തിന് വലിയ വാശി പിടിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ അവരുടെയൊക്കെ മക്കളുടെ കല്യാണം വരുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവർ ഈ മറ്റ് പെന്തിക്കോസുകാർ ചെയ്യുന്ന പോലെ കൈ പിടിപ്പിച്ചിട്ട് തന്നെയാണ് കല്യാണം നടത്തുന്നത്. വെഡ്ഡിങ് റിങ് പലരും ഇടുന്നില്ല. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പിൽ വെഡ്ഡിങ് റിങ്ങിലൂടെയാണ് കല്യാണം നടക്കുന്നത്. എന്നാൽ ഈ ബാക്കി പെന്തിക്കോസ്റ്റ് അവരുടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഒരിക്കലും ഈ വെഡ്ഡിങ് റിങ് ഇടുന്നതായിട്ട് കണ്ടിട്ടില്ല. വെഡ്ഡിങ് റിങ് അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കല്യാണങ്ങൾക്ക് അത് അതിൻ്റെ മാക്സിമത്തിൽ കൈകാര്യം ചെയ്യണം. അവിടെ വരുമ്പോഴത്തേക്കും ചിലർ ഉപയോഗിക്കും, ചിലർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കിയിട്ട് മൊത്തത്തിൽ എല്ലാവരോടും ഇത് ഉപയോഗിക്കാൻ പറയണം. പാസ്റ്റർമാരെല്ലാം തുനിഞ്ഞിറങ്ങി വരണം. ഇപ്പോൾ ഇതിനൊരു ആക്കം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു ട്രെൻഡിലേക്ക് വന്നത് IPC എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന അവരുടെ ജനറൽ പ്രസിഡന്റ് അങ്ങ് അമേരിക്കയിലാണ് പുള്ളി ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിംഹാസനം അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഏത് സ്റ്റേറ്റിലാണെന്ന് എനിക്കറിയാൻ മേല. സിംഹാസനം അവിടെ വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ആഭരണം ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോയി കല്യാണം കഴിച്ചു പോയി. അതുകൊണ്ട് അദ്ദേഹം പരസ്യമായി വന്ന് പറഞ്ഞു. ഹാർവസ്റ്റ് ചാനലിലൊക്കെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കിടപ്പുണ്ട്, പ്രസംഗം. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു കാര്യം പോലുമില്ല. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിയ അബദ്ധമാണ് ഈ പറഞ്ഞ കാര്യമെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. അപ്പോൾ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കാംക്ഷിച്ചതും പാലെന്ന് പറഞ്ഞ അവസ്ഥയായി. ഇതിനു വേണ്ടി നോക്കിയിരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസമായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്കൽ ചർച്ചുകളിലേക്ക് ഇതിൻ്റെ സർക്കുലർ കൊടുക്കണം. എല്ലാ ചർച്ചുകൾക്കും സർക്കുലർ കൊടുത്ത് പാസ്റ്റേഴ്സ് ജനത്തോട് പറയണം, കഴിഞ്ഞുപോയ കാലങ്ങളിൽ പെന്തക്കോസ്തിന് സംഭവിച്ച ഒരു വലിയ തെറ്റ്. എല്ലാ സംഘടനയുടെയും തലപ്പത്തിരിക്കുന്നവർ അവരുടെ സംഘടനയുടെ ആസ്ഥാനത്തിൻ്റെ മട്ടുപ്പാവി കയറി നിന്നിട്ട് പറയണം, മിയാ കുൽപ്പ മിയാ കുൽപ്പ മിയാ കുൽപ്പ എന്ന്. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിങ്ങളെ ഞങ്ങളിത് ഇടിയിപ്പിച്ചില്ല, ഞങ്ങൾ ഇടിയിപ്പിക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ ബുദ്ധിമോശം കൊണ്ടും മണ്ടത്തരം കൊണ്ടും ഞങ്ങൾ നിങ്ങളെ ഇതിൽ നിന്നൊക്കെ വിലക്കി. ഇപ്പോൾ ഞങ്ങളത് തിരിച്ചറിയുന്നു, ഞങ്ങളുടെ ആ വലിയ പിഴവ്. നിങ്ങൾ ദയവായി എല്ലാവരും ഇത് ഉപയോഗിക്കണം. അങ്ങനെ വചനത്തിലൊന്നുമില്ല, ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയേണ്ടതല്ലേ? അതൊട്ട് പറയുന്നുമില്ല. ആളുകളെ ഒരു മായ ലോകത്ത് കൊണ്ടുപോവുക. അപ്പം ഞാൻ ഈ ഒടുക്കം പറഞ്ഞ കാര്യം എന്താണെന്നറിയാം, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. സഹോദരങ്ങളെ, മലയാളക്കരയിലെ ഈ വിഷയത്തെക്കുറിച്ചൊരു ശുശ്രൂഷകൻ പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും അങ്ങനെ ആയിരിക്കണം. പഞ്ചാബി ആകട്ടെ, പിന്നെ രാജസ്ഥാനി ആകട്ടെ, വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ആകട്ടെ, അവിടെയൊക്കെ ഈ സുവിശേഷം അതിൻ്റെ നിലയിൽ പറയുകയും ഇതിൻ്റെ ആഴങ്ങൾ അതിൻ്റെ മുമ്പിൽ ധരിപ്പിക്കണം. ഇത് പറയുന്ന ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ള ആളാണ്, ചുമ്മാ ഊഹാപോഹമൊന്നും അല്ല പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ആളുകളോട് സുവിശേഷം പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് അവരെ ഈ പറയപ്പെട്ട നിലയിൽ സ്നാനത്തിലേക്ക് നയിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. അങ്ങനെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയുള്ള വിശ്വാസികളുണ്ടെന്നേ. കാശ്മീരിലുണ്ടെന്നേ, പഞ്ചാബിലുണ്ട്, ബംഗാളിലുണ്ട്, നോർത്ത് ഈസ്റ്റിലുണ്ട്, UP യിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ സമർപ്പണമുള്ള ആളുകളുണ്ട്. ആ സമർപ്പണത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ്റെ ശുശ്രൂഷകരാരുമില്ല കേട്ടോ. അവരെല്ലാം ഇത് ഉപയോഗിക്കാൻ അനുവദിക്കുന്നവരാ. വടക്കേന്ത്യയിലും മറ്റുമൊക്കെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരുടെ പലരുടെയും ഭാര്യമാർ ഇത് ഉപയോഗിക്കുന്നില്ല. അവരുടെ മക്കൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അവരുടെ വിശ്വാസികളിൽ ഏറിയ പങ്ക് ഇത് ഉപയോഗിക്കുന്നതാണ്. അവരുടെ വിശ്വാസികളിൽ ഏറിയ പങ്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് പറയുന്നതല്ല. ഇപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആളുകളെ കർത്താവ് എടുത്തിട്ട് നേരെ എറിഞ്ഞു കളയുമെന്നൊന്നും അല്ല ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ഇതിൻ്റെ രണ്ട് വശമാണ് പറഞ്ഞത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് ഈ കാര്യത്തെയൊക്കെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നതായ ആളുകളോടുള്ള മറുപടി എന്നോണമാണ് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞത്. അതേസമയം ഒരു സ്വയവിമർശനത്തിന് ഞാൻ മുതിർന്നതാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തിക്കോസ്റ്റ് സമൂഹം
അതിന് കേരളത്തിൽ ഇങ്ങനെ ഒരു ടീച്ചിങ് ആണെങ്കിൽ കേരളത്തിന് വെളിയിൽ ആ ടീച്ചിങ് ശക്തിയോടെ പറയാനായിട്ട് പ്രാഗൽഭ്യമില്ല. അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. വെളിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഞാൻ അതിനെക്കുറിച്ച് അടുത്തൊരു മെസ്സേജിൽ കുറച്ച് കാര്യമായിട്ട് പറയണമെന്ന് ഓർത്തിരിക്കുകയാണ്. എങ്കിലും ഓടിച്ചൊരു വാക്ക് പറയാം. അതായത് എൻ്റെ ഒരു കസിൻ ബ്രദർ ഓർത്തഡോക്സിലുള്ള അദ്ദേഹം എനിക്ക് അയച്ചു തന്ന വീഡിയോയാണ്. വടക്കേ ഇന്ത്യയിൽ എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു കൂട്ടം വിശ്വാസികളെയും ശുശ്രൂഷകനെയും ഇങ്ങനെ ഈ ബജ്രംഗ് ദളുകാർ പിടിച്ചു നിർത്തിയിട്ട് അവരുടെ എല്ലാം ബൈബിളും മറ്റ് കാര്യങ്ങളും ഒക്കെ ലിറ്ററേച്ചറൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് അത് കത്തിക്കുകയാണ്. അതായത് അവർ മണ്ണെണ്ണക്കുപ്പി പാസ്റ്ററുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. പാസ്റ്ററോട് മണ്ണെണ്ണക്കുപ്പി കമഴ്ത്താൻ പറയുന്നു. പാസ്റ്റർ മണ്ണെണ്ണ ബൈബിളിലേക്കൊക്കെ ഒഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പാസ്റ്ററുടെ കയ്യിലേക്ക് തീ കൊടുക്കുന്നു. തീ വെക്കാൻ പറയുന്നു. അത് ആളി കത്തുന്നു. അങ്ങനെ ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതെല്ലാം കത്തിക്കുന്നു. അവരുടെ തടി കേടാകാതെ അവർ രക്ഷപ്പെട്ടു പോകുന്നു. അതേസമയം എൻ്റെ കയ്യിൽ വേറൊരു വീഡിയോ ഉണ്ട്. അത് പല മെസ്സേജിലും പറഞ്ഞിട്ടുള്ളതാണ് ആ വീഡിയോയുടെ കാര്യം. അതായത് രാജസ്ഥാനിൽ നടന്നൊരു കാര്യമാണ്. വയോധികനായ ഒരു മുസൽമാൻ, അയാളുടെ താടിയൊക്കെ മൊത്തം നരച്ചതാണ്. അങ്ങനെ പ്രായമുള്ള മനുഷ്യനെ ഒരു ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ പറഞ്ഞ കൂട്ടർ. അടിച്ചും വല്ലാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചാണ് കൊണ്ടുപോകുന്നത്. കണ്ടു നിന്നാൽ നമുക്ക് വിഷമം തോന്നും. അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി നിർത്തിയിട്ട് ബോലോ ജയ് ശ്രീറാം എന്ന് പറയാണ് അവർ. പറയാണ്. ഇദ്ദേഹം പറയുന്നില്ല. ഓരോ തവണയും കൊടുക്കുന്ന അടി 3-4 പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹം കൂട്ടാക്കാതെ വന്നപ്പോൾ നല്ല അടിയാണ് കൊടുക്കുന്നത്. ഭയങ്കരമായിട്ട് ചോരയൊക്കെ വരിക. ഒടുക്ക അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ അങ്ങനെ പറയില്ല. എനിക്കൊരു പ്രമാണമുള്ള മനുഷ്യനാണ്. ഞാൻ എൻ്റെ അധരത്തിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ലെന്ന് ആ മുസൽമാൻ പറയുകയാണ്. കൊന്നോളാൻ അയാൾ പറയുന്നത്. അവർക്ക് അവരുടെ ആ പ്രമാണത്തെക്കുറിച്ചുള്ള എരിവല്ലേ കാണിക്കുന്നത്. ശരിയോ തെറ്റോ എന്നൊക്കെയുള്ള വേറെ സബ്ജക്റ്റ്. അതേസമയം നമ്മൾ ഇതുപോലത്തെ ഒത്തിരി വീഡിയോസും പിക്ചറുകളും നമ്മുടെ മുമ്പിലുണ്ട്. അടിത്തറയില്ലാത്ത വിശ്വാസികൾ, കാമ്പും കഴമ്പും ഇല്ലാത്ത വിശ്വാസികൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് അവരെ ജയ് മസി കീ എന്ന് പറയാൻ പഠിപ്പിച്ചു. ജയ് മസി കീ എന്ന് പറയാൻ. അല്ലാതെ ഉപദ്രവങ്ങളും കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ അവർ പതറിപ്പോവുകയാണ്. അവരിൽ പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്നാ? ഡൈല്യൂട്ട് ചെയ്ത സുവിശേഷമാണ് പലയിടത്തും കൊടുക്കുന്നത്. മൊത്തത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് ആളുകൾ ഡൈല്യൂട്ടായിപ്പോയി. വിശ്വാസത്തിലും ഉപദേശത്തിലും പ്രമാണത്തിലും ഒക്കെ അവരുടെ ഉള്ളിൽ അത്ര വലിയ കത്തലും എരിവൊന്നുമില്ല. അവർ മിനിമം ഈ കൂട്ടായ്മയ്ക്ക് വരുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ. ഇപ്പോൾ പ്രതിസന്ധികളുടെ കാലമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഈ പ്രതിസന്ധികൾ ദൈവം അറിയാതെയാണോ? നിങ്ങൾ ചിന്തിക്കണം. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനിപ്പോൾ വിജയശ്രീ ലാളിതനായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നതിൻ്റെ പിന്നിൽ സ്വർഗത്തിലെ ദൈവം അറിയാതെയാണോ? നെബൂഖദ്നേസർ യെരുശലേമിൽ വന്ന ദൈവം അറിയാതെയാ? ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനത്തെ ഒരു ഭരണം ഇപ്പോൾ നടക്കുന്ന ദൈവം അറിയാതെയാ? ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു, ശുശ്രൂഷകർ ജയിലിൽ പോകുന്നു. ദൈവം അറിയാതെയല്ല ഇത്. നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ 10 ഇരട്ടി ശോധനയിലൂടെയാണ് ചൈനയിലെ വിശുദ്ധന്മാർ പോകുന്നത്. ചൈനയിലൊരു പരസ്യ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. അനേക ശുശ്രൂഷകന്മാർ ജയിലിൽ കിടക്കുകയാണ്. അനേകർ ജയിലിൽ കിടക്കുന്നു. അനേകർ ഉപദ്രവങ്ങൾ ഏൽക്കുന്നു. അനേകർ. അതിൻ്റെ ഒരു 10% കട്ടപ്പാടൊന്നും ഇന്ത്യയിലില്ല. ഇന്ത്യയിലുണ്ട്, എന്നാൽ അത്ര ഇല്ല. അപ്പോഴാണ് നമ്മളത് വലിയ കാര്യമായിട്ട് പറയുന്നത്. നമ്മുടെ ശുശ്രൂഷകന്മാർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസമർപ്പിത ജീവിതത്തിലേക്ക് ജനത്തെ കൊണ്ടുവരണം. യഥാർത്ഥ സുവിശേഷം പറഞ്ഞ് അവരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരണം. അവരെ ശരിക്കും ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പ്രാപ്തരായ നിലയിലേക്ക് കൊണ്ടുവരണം. ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ, തനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് വേണ്ടി, തൻ്റെ രാജ്യനിമിത്തം, തൻ്റെ നാമനിമിത്തം മരിക്കുന്ന എനിക്ക് ലാഭമെന്ന് പറയുന്ന ഒരു കൂട്ടം വിശ്വാസികളെയാണ് വാർത്തെടുക്കേണ്ടത്. അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അതിന് പകരം നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകൾ എന്താ? ഇതെല്ലാം ലഘുവാക്കി എല്ലാം അഴച്ച് അങ്ങനെ കൊടുത്തതിൻ്റെ പേരിൽ കേരളത്തിലുള്ള കുറച്ച് പേര് യജമാനന്മാരും കേരളത്തിന് വെളിയിലുള്ള കുറച്ച് പേര് ദാസന്മാരും എന്നുള്ള നിലയിൽ അങ്ങനത്തെ ഒരു കാര്യമാണ് ചുറ്റും നമ്മൾ കാണുന്നത്. ഇവിടെയുള്ള ആൾക്കാർ എന്തോ കൂടിയ ബെന്തിക്കോസും അവിടെയൊക്കെ ഉള്ളവർ എന്തോ കുറഞ്ഞ ബെന്തിക്കോസ് എന്നുള്ള നിലയിലാണ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഞാൻ പറഞ്ഞു, അവിടെങ്ങളിൽ ചെറിയ ചില ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ചില ദൈവദാസന്മാർ, ശക്തിയുക്തം ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. അവർ തരുമ്പും കോംപ്രമൈസ് ചെയ്യില്ല.
അശേഷം കോംപ്രമൈസ് ചെയ്യാതെ കാര്യങ്ങളെ അങ്ങനെ അവതരിപ്പിച്ച് ജനത്തെ ആ നിലയിൽ പ്രാപ്തരാക്കാനായിട്ട് ഉത്സാഹിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഞാൻ സ്മരിക്കുകയാണ്. അതുകൊണ്ട് സൗരങ്ങളിൽ സമയം വളരെ വളരെ മുന്നോട്ട് പോയി എന്ന് എനിക്കറിയാം. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങൾ അതൊന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ്. നമ്മുടെ സമർപ്പണമാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന. ആ സമർപ്പണത്തിലൂടെ വിശുദ്ധന്മാർ മുൻപോട്ട് പോകണം. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുമുള്ള വിശുദ്ധന്മാരും ആ ഒരു നിലയിൽ എല്ലാവരും ഒരേ നിലയിൽ ഒരേ ഉപദേശത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നേ. ഇപ്പോൾ ബ്രദറൻ സമൂഹമുണ്ട്, ബാപ്റ്റിസ്റ്റുണ്ട്, മറ്റു ആൾക്കാരുണ്ട്. അവരുടെ ഉപദേശത്തിൽ അവർ പൊക്കോട്ടെ. പെന്തക്കോസ്റ്റ് സമൂഹം എന്ന് പറയുന്നവർ, അതിൽ തന്നെ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളുണ്ട്, അവരെ ഞാൻ കൂട്ടുന്നില്ല. അല്ലാത്ത പെന്തക്കോസ്റ്റ് സമൂഹത്തിന് കേരളത്തിൽ പ്രസംഗിക്കുന്ന അതേ പ്രസംഗം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് പ്രസംഗിച്ചുകൂടാ? ഇവിടെ പ്രസംഗിക്കാൻ പ്രാപ്തി നൽകിയ, അഭിഷേകം നൽകിയ പരിശുദ്ധാത്മാവ് വെളിയിലും അതിനുള്ള അഭിഷേകവും പ്രാപ്തിയും കൊടുക്കില്ലേ? ആഗ്രഹം വേണം. ആ ഒരു നിലയിൽ കർത്താവിൻ്റെ സഭ പണിയപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ശുശ്രൂഷകന്മാരെയും കർത്താവ് കരങ്ങളിൽ എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കർത്താവ് ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അതെന്താ അതിൻ്റെ അർത്ഥം? എല്ലാവരെയും ആ നിലയിലേക്ക് കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ ബഹുഭൂരിപക്ഷം പേരും ആ ഒരു നിലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം പോകുന്ന പോലെ അങ്ങനെ പോട്ടെ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ശക്തിരഹിതമായ ഒരു സമൂഹമായിട്ട് പതിയെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളെണ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സഭ കടന്നുപോയ ശക്തിയുടെ അനുഭവത്തിലൂടെയൊന്നും അല്ല സഭ കടന്നു പോകുന്നത്. ആ ഒരു നിലയിലേക്ക് വരുവാനും അതിലൂടെ കടന്നു പോകാനും ഇടയാകണമെന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് കൂടി ഈ വചന ശുശ്രൂഷയിലൂടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൂടുതൽ ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുക, കൂടുതൽ ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ നമുക്ക് ഉപദേശത്തിന് വേണ്ടി അല്പം പോലും അയഞ്ഞു കൊടുക്കാത്ത നിലയിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.